ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത് ഒരു മാപ്പാണ്. ശ്രുതിയുടെ അച്ഛനോടും അമ്മയോടും അവരെ അറിയിക്കാൻ പറ്റിയില്ല. ആൻഡ് ഞാനും ഒരുപാട് ശ്രമിച്ചു നോക്കി, അരുതേ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ശ്രുതിയായിട്ടൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ശ്രുതി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളും അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ശ്രുതി എന്നത് നിങ്ങളോട് പറയും. ഈ ന്യൂസ് കേൾക്കുന്ന സമയത്ത് ചിലർക്കെങ്കിലും ഒന്ന് പറയാമായിരുന്നു, ഒന്ന് അറിയിക്കാമായിരുന്നു, ഞങ്ങളെയും കൂടി കല്യാണത്തിനൊന്ന് വിളിക്കാമായിരുന്നു എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ ഞാൻ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുടെ ഒപ്പീനിയനും കൂടി തേടാറുണ്ട്. ഞാൻ അങ്ങനെ കല്യാണം എന്ന് പറയുന്ന ജീവിതത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് കേരളത്തിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ആളെ തന്നെ തേടി കണ്ടുപിടിച്ചു. പക്ഷേ എനിക്ക് അതിനു മുൻപ് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആരുടെടുത്തും ഇത് പറയാതിരുന്നത്, ഇപ്പം നാളെ കല്യാണമാണ്, എന്തുകൊണ്ടാണ് ഇന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അദ്ദേഹം തന്നെയാണ് എന്നോട് പറഞ്ഞത്. കാരണം കല്യാണത്തിൻ്റെ തലേദിവസം മാത്രമേ ഞാൻ നിങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. സ്ത്രീകൾക്കും സമൂഹത്തിൽ പുരുഷന്മാരെ പോലെ തുല്യ അവകാശങ്ങൾ വേണമെന്നും തുല്യ ഓപ്പർച്യൂണിറ്റീസ് വേണമെന്നും തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചിട്ട് വ്യക്തമായ ബോധമുള്ള കുറച്ച് സ്ത്രീ സൗഹൃദങ്ങൾ എനിക്കുണ്ടെന്നും ഒക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അത് കേട്ട പാടെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിയാണ് എൻ്റെ കല്യാണം ഉറപ്പിച്ചത് കേട്ടോ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരാളെ ശ്രുതിയുടെ കല്യാണമാണെന്ന് ശ്രുതി അറിയിക്കരുത്. കാരണം എന്ത് വില കൊടുത്തും അവർ ഈ കല്യാണം മുടക്കാൻ ശ്രമിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് അങ്ങനെയൊന്നും അല്ല വിശ്വസിച്ചിരുന്നിരുന്നത്. പക്ഷേ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ പറയുമ്പോൾ ഞാനത് കേൾക്കണമല്ലോ. പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, വേണമെങ്കിൽ തലേദിവസം പറഞ്ഞോളൂ. കാരണം തലേദിവസം പറയുമ്പോൾ നിങ്ങൾക്ക് കല്യാണം മുടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ഗുണമുള്ളത് കൊണ്ട് തലേദിവസം വേണമെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. അതുവരെ നിങ്ങളെ ഒന്നും ആ പരിസര പ്രദേശത്തെ അടുപ്പിക്കേണ്ടെന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. ആ വാക്കുകളൊക്കെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ കാര്യം റിവീൽ ചെയ്യുന്നത്. ഉണ്ണിയാണെങ്കിലും എന്നോട് ചോദിച്ചു, എന്താ ഉണ്ണീൻ്റെ അടുത്തൊന്നും പറയാതിരുന്നത്, കാരണം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, നമുക്ക് ഒരുപാട് വർഷത്തെ സൗഹൃദമുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ ഈ ചിന്താഗതിയുള്ളത് പുരുഷൻ എന്നല്ല സ്ത്രീ എന്നല്ല ആരോടും പറയണ്ട എന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്. സത്യം പറഞ്ഞ് പുള്ളി പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ ചുറ്റും ഇത്രയും എനിക്കൊരു നല്ല കാര്യം വരുമ്പോൾ, എൻ്റെ ജീവിതം രക്ഷപ്പെടാൻ പോകുമ്പോൾ അത് മുടക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ എൻ്റെ ചുറ്റുമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് പുള്ളി പറഞ്ഞപ്പോഴായിരുന്നു. ഞാനൊരു മൂഢസ്വർഗത്തിൽ ജീവിക്കായിരുന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും ചെയ്യാൻ വരില്ല. ഞാൻ ഇപ്പോഴാണ് ഉണ്ണിയോട് പറയുന്നത്. കാരണം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഏട്ടായി ഉണ്ടല്ലോ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ, പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ജോലിക്കൊന്നും പോകണ്ട. അപ്പോൾ ഞാൻ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ വരൻ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, വേണ്ട, ജോലിക്ക് പോകണ്ട. അങ്ങനെ എന്തെങ്കിലും ആ വരൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഫാമിലി മാൻ ആയതുകൊണ്ടാണ്, അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തോടുകൂടി മിക്കവാറും ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിക്കും. ഇത് മിക്കവാറും നമ്മൾ കാണുന്ന അവസാനത്തെ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഒരു യാത്ര പറച്ചിലൊന്നും നമ്മൾ തമ്മിൽ ഇനി ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഈ ലേറ്റ് ആയിട്ടുള്ള സമയത്ത് നാളെ എൻ്റെ കല്യാണമായിട്ട് ഞാനിപ്പോൾ ഇന്നിനി വന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇത്രയും നാൾ ഞാൻ ജീവിച്ചതുപോലെ ഒരു മൂഢസ്വർഗത്തിൽ ജീവിക്കണ ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെന്ന് വെച്ചാൽ, അതായത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ കല്യാണം എന്നത് അവരുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, അവർ പഠിക്കണം, ജോലി ചെയ്യണം, സ്വന്തം വരുമാനത്തിൽ ജീവിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകണം, ജീവിതത്തെ ഒരു സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി കാണണം എന്നൊക്കെ കരുതുന്ന ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ എൻ്റെ ജീവിതം നാളെ തൊട്ട് രക്ഷപ്പെടാൻ പോകുന്ന പോലെ നിങ്ങളുടെ ജീവിതവും രക്ഷപ്പെടാൻ ഒരു ചാൻസ് നിങ്ങൾക്ക് ഞാൻ തരികയാണ്. ഇത് ഫുള്ള് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇത്രയും നാൾ ജീവിച്ചിരുന്നത് കുറേ അബദ്ധങ്ങളുടെ നടുവിലാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് ഈ വിവാഹ ബന്ധത്തിലേക്ക് ചെന്നെത്തിയത് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാം. ശ്രുതി അദ്ദേഹം എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിനെ സോഷ്യൽ മീഡിയയിൽ ഞാനും കണ്ടിട്ടുണ്ട്. എപ്പോഴും ഗ്ലാസ് ഉണ്ടാവും, ഒന്നെങ്കിൽ മുഖത്ത് കണ്ണാടിയായിട്ടായിരിക്കും, അല്ലെങ്കിൽ കയ്യിലൊരു എന്തോ ദ്രാവകം ഒഴിച്ചിട്ടുള്ള ഒരു കുപ്പിയോ അല്ലെങ്കിൽ ചില്ല് ഗ്ലാസ്സോ ഒക്കെ ആയിട്ടായിരിക്കും. എന്തായാലും കണ്ണാടി പുള്ളിക്ക് മസ്റ്റാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് ഉപദേശം കൊടുക്കുക എന്നുള്ളതാണ്. ആളുകളെ ജനറലൈസ് ചെയ്തിട്ട് ഉപദേശം കൊടുക്കുക. എടാ നിൻ്റെ പെണ്ണ് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൾ നിന്നെ തേച്ചിട്ട് പോകും, എടാ നിൻ്റെ പെണ്ണിനെ നീ ഇങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ നിനക്ക് അവസാനം കരയേണ്ടി വരും, ഇടി നിൻ്റെ ചെക്കൻ അങ്ങനെയാണ് ഇങ്ങനെയുള്ള ചെക്കന്മാരൊന്ന് പുറകെ പോരുത് എന്ന് പറയുന്ന വിലയേറെ ഉപദേശങ്ങൾ കൊടുക്കുന്ന യദുകുല കാമ്പോജി എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പേരിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ശ്രുതി ഈ ഉപദേശം തിരക്കി ചെന്നത്. അദ്ദേഹം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അദ്ദേഹം ഒരു വലിയ റിലേഷൻഷിപ്പ് എക്സ്പേർട്ടാണ്. മണിക്കൂറിന് ലക്ഷങ്ങൾ, അത്രയൊന്നും വാങ്ങാറായിട്ടില്ല, ഉടനെ തന്നെ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും പൈസയൊക്കെ വാങ്ങിച്ചിട്ട് ആളുകൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്ന, നമുക്ക് ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാമ്പോജിയാണ് ഈ യദുകുല കാമ്പോജി എന്ന് ശ്രുതി മനസ്സിലാക്കി. അപ്പോൾ എന്താണ് നമ്മൾ ഒരു ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ യദുകുല കാമ്പോജി നമ്മളോട് സമീപിക്കാൻ പറയുന്ന രീതി എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു. എനിക്കും ഉണ്ണിക്കും കുറേ നാളായിട്ട് ഇൻസ്റ്റഗ്രാമിൽ വരുന്ന ഒരു മെസ്സേജാണ് ഇദ്ദേഹത്തിൻ്റെ റീൽസ് എന്ന് പറയുന്നത്. നമ്മളതിൽ ഒരു റീൽ എടുത്ത് റിയാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇൻസ്റ്റഗ്രാം ഫീഡിൽ ഇദ്ദേഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരു റീലിൽ തീരുന്നതല്ല,
കുറച്ചധികം റീൽ എടുത്താൽ മാത്രം തീരുന്നൊരു സാധനമാണ് എന്നുള്ളത്. നമ്മൾ ചില വീഡിയോസ് എടുക്കുമ്പോൾ ഡിസ്ക്ലെയിമേഴ്സ് തരാറുണ്ട്. ഞാൻ അതേപോലെ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഡിസ്ക്ലെയിമർ പറയാണ്. ഞാൻ ആദ്യം ഉണ്ണീൻ്റെ അടുത്താണ് പറഞ്ഞത്, എനിക്ക് ഒരുപാട് പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ഈ വീഡിയോയിൽ ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അടുത്ത് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ ഈ വീഡിയോ ദയവ് ചെയ്ത് അവരുടെ ഒന്നും മുന്നിൽ വെച്ച് പ്ലേ ചെയ്യരുത്. നിങ്ങളൊരു അഡൾട്ട് ആണെങ്കിൽ മാത്രം. അതും നമ്മൾ ഒരുപാട് മോശമായ ഭാഷയൊന്നും ഉപയോഗിക്കില്ല, പക്ഷേ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ പോലും കരുതും. അപ്പോൾ അങ്ങനെയുള്ള ചില ഭാഷാ പ്രയോഗങ്ങൾ ഇതിനിടയ്ക്ക് വന്നു പോകും. അതുകൊണ്ട് അതൊരു ഡിസ്ക്ലെയിമറായിട്ട് എടുത്തുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് വീഡിയോ കാണണം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ കാണാനുള്ള ബുദ്ധിമുട്ട്, ഈ ലാംഗ്വേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം പോയി ഈ യദുകുല കാമ്പോജിയുടെ 2 വീഡിയോ കാണും. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയരും. അപ്പോൾ നമുക്ക് പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ബെറ്റർ ആവുമെന്നാണ് തോന്നുന്നത്. എന്തായാലും യദുകുല കാമ്പോജി ഇതാണ് പേരെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് ആൽബർട്ട് അലനി എന്നാണ്. ആൽബർട്ടിൻ്റെ കുൽസിത പ്രവർത്തികൾ എന്നാണ് ശരിക്കും നമ്മൾ ഈ വീഡിയോയ്ക്ക് തംബ്നെയിൽ ഇടണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞത് വെച്ചിട്ട് പുള്ളിക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. വളരെ മോശം മാനസികാവസ്ഥയിൽ പുള്ളി എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനൊരു മാനസികാവസ്ഥയിൽ എത്തിയതിന് ശേഷം സ്വയം ഒരു ഹെൽപ്പ് നേടുന്നതിന് പകരം ആ മാനസികാവസ്ഥ മാക്സിമം ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് ബാക്കിയുള്ള ആളുകളുടെ മാനസികാവസ്ഥയെ വളരെ മോശം അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന സത്പ്രവർത്തിയാണ് യദുകുല കാമ്പോജി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല വീഡിയോസിലും അദ്ദേഹം ഫോൺ നമ്പർ കൊടുക്കാറുണ്ട്, എന്നെ കോൺടാക്റ്റ് ചെയ്യൂ, ഞാനൊരു ലിസണറായിട്ടിരിക്കാം, ഞാൻ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് അഡ്വൈസുകൾ തരാം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ആരെയും വിമർശിക്കുന്നതിന് പകരം സത്യം പറഞ്ഞാൽ പുള്ളിയുടെ റീല് മാത്രം കണ്ടാൽ മതി. പക്ഷെ അങ്ങനല്ല, എന്നാലും ആധികാരികമാവണമല്ലോ എന്നുള്ളത് വിചാരിച്ച് ഞാൻ പുള്ളിയുടെ നമ്പർ എടുത്തിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയച്ചു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ വളരെ കൃത്യമായി പുള്ളിയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ റിലേഷൻഷിപ്പ് കോച്ച്, അതായത് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത് വരെ പുള്ളിയുടെ അക്കൗണ്ടിൽ റിലേഷൻഷിപ്പ് കോച്ച് എന്നാണ് പുള്ളി വെച്ചിരുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്കിത് വെക്കാനുള്ള യോഗ്യത, നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് നിങ്ങളുടെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. പുള്ളി എന്നോട് പറഞ്ഞത് പുള്ളിക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായി, അതാണ് പുള്ളിയുടെ ക്വാളിഫിക്കേഷനും, അതിൽ നിന്ന് ഇവിടെ വരെ പുള്ളി എത്തിയതാണ് പുള്ളിയുടെ എക്സ്പീരിയൻസും എന്നാണ്. ഞാൻ പറഞ്ഞു, ഒരു കോച്ച്, ഒരു ലൈഫ് കോച്ച് എന്നൊക്കെ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കോച്ച് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം, പഠിച്ചതിൻ്റെ ബേസിൽ നമ്മൾ പ്രാക്ടിക്കൽ നോളജ് വേണം, എങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ്. പിന്നെയും ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നു. പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം എന്നെ ബ്ലോക്ക് ചെയ്തു. പിന്നെ ഞാൻ ഉണ്ണിയുടെ അക്കൗണ്ടിൽ നിന്ന് കയറി നോക്കിയ സമയത്ത് പുള്ളി റിലേഷൻഷിപ്പ് കോച്ച് എന്നുള്ളത് മാറ്റി. എന്നിട്ട് ഇപ്പോൾ അവിടെ എന്തൊക്കെ ഇരിക്കുന്നതെന്ന് അറിയോ? ഒന്ന് വായിച്ചു കൊടുത്തേ. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാണാൻ പറ്റില്ല, ബ്ലോക്ക്ഡാണ്. റിലേഷൻഷിപ്പ് എക്സ്പേർട്ട്, ആക്റ്റീവ് ലിസണർ, ഇമോഷണൽ സപ്പോർട്ട്, നാർസിസിസ്റ്റിക് അബ്യൂസ് റിക്കവറി സപ്പോർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുക. ഞാൻ സിമ്പിൾ ഒറ്റ സെൻറ്റൻസിൽ ഈ പുള്ളിയുടെ ഇത്രയേ ഉള്ളൂ. വെടിവെച്ചാങ്കോവിലെ പതിവ്രത എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു സീരീസ് തന്നെ ചെയ്തിട്ട് സ്ത്രീകളെ, അതായത് പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ അവൾ പോക്ക് കേസാണ് എന്ന് പറയുന്ന രീതിയിലുള്ള കുറേ വീഡിയോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഉണ്ട് കഴിഞ്ഞു പോയ റിലേഷൻഷിപ്പിൽ അതിൽ നിന്നുണ്ടായിട്ടുള്ള സ്കാസ്, അത് ഉണങ്ങാതെ പകമൂത്ത് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരു സാമൂഹ്യദ്രോഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗ്രഡ്ജും ആ റേജും ഒക്കെ ഒന്ന് മാറി മനുഷ്യന്മാരെ നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ ജഡ്ജ് ചെയ്യാതെ ആളുകളെ നോക്കി കാണാൻ പറ്റുക. ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് അഡ്വൈസുകൾ എടുക്കേണ്ടത്. ഇങ്ങനത്തെ കുത്തിത്തിരിപ്പ് കണ്ടന്റ് ഉണ്ടാക്കുന്ന, ഈ ജീവിതത്തിലെ ഫ്രസ്ട്രേഷൻ മുഴുവൻ ബാക്കിയുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ നിങ്ങൾ നമ്പരുതേ എന്നേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ലീഗലി മൂവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പേര് മാറ്റി, റിലേഷൻഷിപ്പ് കോച്ച് എന്നുള്ള പേര് മാറ്റി. അതിന് പകരം ഇത് കൂടുതൽ ദ്രോഹിക്കുക ആൾക്കാരെ ചെയ്യാം. മറ്റേത് ഞാനിപ്പോൾ ആലോചിക്കണം എന്നറിയോ, റിലേഷൻഷിപ്പ് കോച്ച് എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇരുന്നേന്. ഇപ്പോൾ പുള്ളി മറ്റേ എക്സ്പേർട്ടൈസ്ഡാന്ന് പറഞ്ഞിട്ട് വേറെ കുറേ പേര് കൊടുത്തിരിക്കുക. എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പുള്ളിക്കൊരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന, എനിക്കൊരു അഡ്വൈസ് വേണം, ചേട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. പുള്ളിയുടെ റേറ്റ് പറഞ്ഞു. അതായത് അരമണിക്കൂറിന് 499 രൂപ മാത്രം. ഡിസ്കൗണ്ട് ആണെന്ന് തോന്നുന്നു, 1 രൂപ ഒന്നുകൂടെ കൂട്ടി 500 ഇപ്പോൾ 1 മണിക്കൂറിന് 1000 രൂപ. ഇതാണ് പുള്ളി ചാർജ് ചെയ്യുന്നത്. ഞാൻ ഈ പുള്ളിയെ വിളിച്ചപ്പോൾ പറഞ്ഞ സാഹചര്യങ്ങളാണ് ഇനി അങ്ങോട്ടേക്ക് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ സാഹചര്യങ്ങളല്ല, ഞാൻ ഈ പുള്ളിയെ വിളിച്ച സമയത്ത്, ഈ പുള്ളിയെ വിളിക്കുന്നതിന് മുൻപ് ഞാനൊരു സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ചിരുന്നു. ഞാൻ ഇങ്ങനെ വിളിക്കാൻ പോവുകയാണ്, അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തും. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷനെ പുള്ളി അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമല്ലോ, കാരണം കോച്ച് എന്നൊക്കെയാണല്ലോ പുള്ളി വെച്ചിരിക്കുന്നത്. പിന്നെ റിലേഷൻഷിപ്പ് എക്സ്പേർട്ട് എന്നും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരാൾ ഒരു റിലേഷൻഷിപ്പിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യണമല്ലോ. അപ്പം ഞാൻ പുള്ളിക്ക് കൊടുത്തൊരു പ്രൊഫൈൽ എന്ന് പറയുന്നത്, ഞാൻ 18 വയസ്സുള്ളൊരു കുട്ടിയാണ്. എൻ്റെ അച്ഛൻ 5 വർഷം മുൻപ് മരിച്ചു പോയതാണ്. അദ്ദേഹം കള്ളും കഞ്ചാവും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കണ്ടു വളർന്നത്.
അച്ഛൻ അമ്മയെ വെള്ളമടിച്ച് വന്ന് അല്ലെങ്കിൽ ഈ രാസപദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് വന്നതിന് ശേഷം വളരെ മോശമായി ശാരീരികമായി ഉപദ്രവിക്കുകയും വെർബൽ അബ്യൂസ് നടത്തുകയും ചെയ്യുന്നത് കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ. അതായത് എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഇതില്ലാതെ ഞാൻ കടന്നു പോയിട്ടില്ല. സ്ഥിരമായി ഇത് കണ്ട് ആ പേടിയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ ചെറുപ്പകാലം മുതൽ. ഇപ്പം അച്ഛൻ 5 വർഷമായി മരിച്ചു. പുള്ളി ഉണ്ടാക്കി വെച്ച കടങ്ങളുണ്ട്. അച്ഛനും അമ്മയും സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ ഒന്നും സപ്പോർട്ടില്ല. അമ്മ വീടുകളിൽ ജോലിക്ക് പോയിട്ടാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത്. ഇപ്പം ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. ഇതാണ് ഞാൻ പുള്ളിക്ക് ബേസിക് ആയിട്ട് കൊടുത്തൊരു ബയോ. പിന്നീട് ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ കിഡ്നി സംബന്ധമായിട്ടുള്ള ഒരു തകരാറുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും കല്യാണം കഴിക്കാനുള്ള പ്രഷറുണ്ട്. നോട്ട് ദ പോയിന്റ്. 18 വയസ്സ് മാത്രമായിട്ടുള്ള ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ഒരു പ്രഷർ നേടുന്നു. ഇത്രയും കുട്ടിക്കാലം മുതലുള്ള ട്രോമ അവളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇങ്ങനൊരു സിറ്റുവേഷനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇത് മാത്രം കണ്ടു വളർന്നതുകൊണ്ട് തന്നെ എനിക്കൊരു ആൺകുട്ടിയോട് മിണ്ടാനോ ഇടപഴകാനോ ഒന്നും എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടില്ല. എനിക്ക് പേടിയാണ് എല്ലാത്തിനെയും. ഒരു റിലേഷൻഷിപ്പിനെ പേടിയാണ്, ആൾക്കാരെ വിശ്വസിക്കാൻ പേടിയാണ്. എനിക്ക് അടുത്ത സൗഹൃദ വലയമോ ഒന്നുമില്ലാതെ ഈ പേടിയിൽ ജീവിച്ച് ഒരു മനുഷ്യനോടൊരു ബന്ധം സ്ഥാപിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാൻ എന്നെ അവതരിപ്പിച്ചത്. മിസ്റ്റർ യദുകുല കാമ്പോജി, താങ്കളിത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും എതിർക്കാനുണ്ടെങ്കിൽ എതിർക്കണം. കാരണം ഫുൾ റെക്കോർഡിംഗ് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, വീഡിയോ ആൻഡ് ഓഡിയോ. അപ്പോൾ ഇപ്പം ഞാൻ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് 18 വയസ്സായ സമയത്ത് എൻ്റെ വീടിനടുത്തുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് 32 വയസ്സുണ്ട്, 14 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അദ്ദേഹം എനിക്ക് 17 വയസ്സുള്ള സമയത്തെ വീട്ടിൽ വന്ന് കല്യാണം ആലോചിച്ചിരുന്നു. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, നമ്മളെ സാമ്പത്തികമായിട്ടൊക്കെ അവർ സഹായിച്ചിരുന്നു. ആ ഒരു അടുപ്പത്തിൻ്റെ പുറത്ത് വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കുന്നു. അദ്ദേഹം ഒറ്റ മോനാണ്. അച്ഛനും അമ്മയ്ക്കും നല്ല പ്രായമുണ്ട്. അവർക്ക് ഒരുപാട് പ്രായമായതിനു ശേഷം ഉണ്ടായ ഒരു കുട്ടിയാണ്. അവർക്ക് ഫിനാൻഷ്യൽ ബാധ്യതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറുക്കന് മദ്യപാനം, പുകവലി അങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല. നാട്ടിൽ നോക്കുന്ന സമയത്ത് എല്ലാം കൊണ്ടും യോഗ്യനായിട്ടുള്ള, അതായത് നാട്ടുകാർ നോക്കുന്ന സമയത്ത് എല്ലാം കൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരാൾ. ഇതാണ് വരനെക്കുറിച്ച് ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ്. പക്ഷേ അത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കല്യാണം കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയാവുന്ന പെൺകുട്ടി എങ്ങനെ ഇരിക്കണം എന്നുള്ള കണ്ടീഷൻസും ഉണ്ട്. നമ്പർ 1, കല്യാണം കഴിഞ്ഞു. പിന്നെ ജോലി, പഠിത്തം, അതൊന്നും ഇല്ല കേട്ടോ. പുള്ളിയുടെ കൂടെ പുള്ളിയെ നോക്കി, പുള്ളിയുടെ അച്ഛനെയും അമ്മയെയും നോക്കി ആ വീട്ടിൽ കഴിയണം. സെക്കൻഡ് തിങ്, ഈ അച്ഛനെയും അമ്മയെ നോക്കുക എന്നുള്ളത് കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം അവർ 2 പേരും ഫിസിക്കലി വയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. പുള്ളിയോട് വലിയ അടുപ്പമൊന്നും കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പുള്ളിയുടെ അച്ഛനെയും അമ്മയും നന്നായി നോക്കുകയും അച്ഛനും അമ്മയ്ക്കും എന്നെ ഇഷ്ടമാവുകയും ചെയ്യണം. അച്ഛനും അമ്മയ്ക്കും എന്നെ ഇഷ്ടമായതുകൊണ്ടാണ് പുള്ളി വന്ന് കല്യാണം ആലോചിച്ചത് തന്നെ. അപ്പോൾ അച്ഛനെയും അമ്മയും നന്നായി നോക്കണം, അച്ഛനും അമ്മയ്ക്കും എന്നെ ഇഷ്ടമാവണം. ആ കണ്ടീഷൻ ഓക്കെ ആയത്രേ. തേർഡ് തിങ്, കല്യാണം കഴിഞ്ഞാൽ അപ്പം തന്നെ കുട്ടികൾ വേണം. കാരണം കല്യാണം കഴിഞ്ഞു, ഫാമിലിയായി, ഇതായി, അങ്ങനെ ഇതായിക്കോണം. അങ്ങനെ ഫുൾ ടൈം പുള്ളിയുടെ വീട്ടിൽ പുള്ളിയെയും പുള്ളിയുടെ അച്ഛനെയും അമ്മയൊക്കെ നോക്കി അവരുടെ കാര്യങ്ങൾ സകലതും നോക്കി സ്വന്തം ഭാവിയെക്കുറിച്ചിട്ടോ പിന്നീട് അങ്ങോട്ടേക്ക് തുടർന്നുള്ള പഠനത്തിനെക്കുറിച്ചിട്ടോ ഒന്നും ഒരു കാര്യങ്ങളും ചെയ്യാതെ എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ 9 മാസമൊക്കെ ആ മനുഷ്യനോട് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്തോ എനിക്ക് അറിയില്ല കേട്ടോ. എന്നാലും പറ്റുന്നത്ര എളുപ്പത്തിൽ കുട്ടികളുണ്ടാക്കുക ശുഭം. ഇത്രയും കേട്ട ഈ യദുകുല കാമ്പോജി എന്നോട് പറയാണ്, ഒന്നും നോക്കണ്ട മോളെ, കെട്ടിക്കോന്ന്. അതും കല്യാണം കഴിക്കാൻ ആ ചേട്ടന് 34 വയസ്സിനുള്ളിൽ വേണം. അതായത് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തുക എന്നുള്ളതാണ് പുള്ളിയുടെ മുമ്പിലുള്ള. പുള്ളിക്ക് 33 കാരണം അതെ ജ്യോത്സ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു അത് കേൾക്കണം, അപ്പം തന്നെ കല്യാണം കഴിച്ചോളൂ എന്നാണ്. ഒന്നും നോക്കണ്ട, ഇതിനും അപ്പുറത്തേക്കൊരു ബന്ധം കുട്ടിക്ക് നല്ലത് വരില്ല, കെട്ടിക്കോ. ഇതാണ് ഈ കാമ്പോജി എന്നോട് പറഞ്ഞത്. ആ പറഞ്ഞ ക്യാരക്ടറിലെ ഞാൻ അനുഭവിച്ച്, എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ട് അനുഭവിച്ച് വരുന്ന പ്രശ്നങ്ങൾ, അതിനോട് എനിക്കുള്ള പേടി, ഒരു ആൺകുട്ടിയോട് മിണ്ടാനുള്ള പേടി, ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പേടി, അതിനകത്തെ കൺഫ്യൂഷൻസ് കാര്യങ്ങൾ. കാരണം അച്ഛനും അമ്മയെ ഭയങ്കര സംശയമായിരുന്നു. അത് പറഞ്ഞു വന്ന് എല്ലാ ദിവസവും രാത്രി തല്ലും, വഴക്കുണ്ടാക്കും. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറയാൻ നല്ലൊരു സുഹൃത്ത് പോലും ഇല്ല, അങ്ങനെ ഒരു സൗഹൃദ ബന്ധം പോലും സ്ഥാപിക്കാൻ പേടിയുള്ള ഒരാളാണ് ഞാനെന്ന് പറഞ്ഞിട്ട് അതിനെ ഒന്നും ഇവർ റിലേഷൻഷിപ്പ് കോച്ചാണെന്നാണ് പറയുന്നത്. ഇതിനെ ഒന്നും ഈ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അതിനുശേഷം ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരുമില്ല, പക്ഷേ നാട്ടുമ്പുറമല്ലേ ഞങ്ങളുടെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കല്യാണാലോചനയൊക്കെ വന്നാൽ എല്ലാവരും അറിയും. അങ്ങനെ എൻ്റെ കൂടെ പഠിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഇതറിഞ്ഞു. ശ്രുതി, ഇപ്പോൾ നീ പഠിക്കുകയാണ്, നിനക്ക് 18 വയസ്സേ ആയിട്ടുള്ളൂ. ഈ പറയുന്ന വ്യക്തിക്ക് 32 വയസ്സുണ്ട്.
14 വയസ്സിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ്. തന്നെയുമല്ല, നീ നിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം. നാളെ ഈ ബന്ധം ശരിയായിട്ടില്ല എന്നാണെങ്കിൽ നിനക്ക് പറയാൻ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു അസുഖബാധിതയായ അമ്മയും കുറേ കടങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ നീ നിൻ്റെ ഫ്യൂച്ചർ സെറ്റാക്കണം. നീ പഠിക്കണം. നീ അത് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പറയാം, അല്ലെങ്കിൽ അതിന് പറ്റിയ ആൾക്കാരെ കൊണ്ട് ഞങ്ങൾ സംസാരിപ്പിക്കാം. ലോകം കാണൂ, ജീവിതം എന്താണെന്നറിയൂ. കുറേയും കൂടിയൊക്കെ വരുമ്പോൾ ഒരു 26 വയസ്സൊക്കെ ആകുമ്പോൾ നീ ചിന്തിക്കുന്ന, 26 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കാനല്ല, ഒരു 8 വർഷം കൂടെ ഒക്കെ കഴിയുമ്പോൾ നീ ചിന്തിക്കുന്ന, നീ കാണുന്ന ലോകം എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. നിനക്ക് നിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ടാകും, റിലേഷൻഷിപ്പുകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ടാകും. നിനക്കിപ്പോൾ വേണ്ടത് ഒരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടാണ്. നീ നിൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ അതിനെയൊക്കെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിനെയാണ് നിനക്കിപ്പോൾ ആവശ്യമുള്ളത് എന്നൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു ചേട്ടാ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇയാൾ എന്താ എന്നോട് പറഞ്ഞതെന്നറിയോ? ഈ സുഹൃത്തുക്കൾക്കൊക്കെ നിന്നോട് അസൂയയാണ്. കാരണം കുട്ടിയുടെ പാർട്ട്ണർ കുട്ടീനെ ഒരു കുട്ടിയായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞിരുന്നേ, എൻ്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്നോടൊന്നും ചെയ്യേണ്ടെന്ന് പറയും, എല്ലാം ഏട്ടായി ചെയ്തു തരാമെന്ന് പറയും. കാരണം എന്നെക്കൊണ്ട് ഒന്നും ചെയ്യിക്കില്ല, നീ കുഞ്ഞല്ലേ നീ കുഞ്ഞല്ലേ നീ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ ഭയങ്കര ക്യൂട്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ പുള്ളി പറയണേ എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്നോട് അസൂയാണത്രേ. എന്തിന്? ഞാനൊരു ഇൻഡിവിജ്വൽ ആണെന്ന് പോലും കരുതാതെ എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ എനിക്ക് കിട്ടുന്നത് കണ്ടിട്ട് അവർക്ക് അസൂയാണെന്ന്. കാരണം കാമ്പോജി ചേട്ടൻ അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ പല റീൽസിലും പറഞ്ഞിട്ടുണ്ട്, നീ നിൻ്റെ പെണ്ണിനെ കൊച്ചുകുട്ടികളെ പോലെ നോക്കണം, നീ നിൻ്റെ കുഞ്ഞിനെ അങ്ങനെ നോക്കണം, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൾ വേറെ ആരുടെയെങ്കിലും കൂടെ പോകും. ഇതാണ് കാമ്പോജി ചേട്ടൻ ആകെ അറിയാവുന്ന പരിപാടി. അപ്പോൾ കാമ്പോജി ഇത് ഇവിടെ പറഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞു, അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, കല്യാണത്തിൻ്റെ കാര്യം ഫ്രണ്ട്സിനോട് ഇത് അവിടെ കൊണ്ട് കെട്ടിക്കോ. അതെ അതെ, കാരണം ഇനി എങ്ങാനും പറയണമെങ്കിൽ തലേദിവസം. കാരണം ഇങ്ങനെയുള്ള ഈ ഫെമിനിസം പുരോഗമനം എന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കളുണ്ടോ, കുട്ടിയുടെ ജീവിതം തൊലഞ്ഞു. കാരണം അവരൊന്നും കുട്ടിയുടെ രക്തബന്ധത്തിലുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇതൊക്കെ മുടക്കാനേ നോക്കുകയുള്ളൂ. നമുക്കൊരു നല്ല ബന്ധം വരുന്നു, നമ്മുടെ ജീവിതം സെറ്റിലാകാൻ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരപ്പം മുടക്കും. പിന്നെ അമ്മയുണ്ട്, അമ്മ നിൻ്റെ നല്ലതിന് വേണ്ടിയേ പറയൂ. അപ്പോൾ അമ്മ പറയുന്ന ആരെയാന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് പൊക്കോ. അതാ നിനക്ക് വെറും അരമണിക്കൂർ തികച്ച് ഫോണിൽ സംസാരിച്ചിട്ടില്ലാത്ത 18 വയസ്സുള്ള ഇത്രയും ട്രോമയും ഫോബിയും കണ്ടീഷൻസും എല്ലാം ഉള്ള ഒരു പെങ്കൊച്ചിനോട് ഈ കാമ്പോജി പറയുന്നു, നീ വേഗം കല്യാണം കഴിച്ച് പൊക്കോന്ന്. രണ്ടുപേരെ ദ്രോഹിക്കുന്നത്. ഈ പെൺകുട്ടിയെ മാത്രമല്ല, ആ 32 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ ജീവിതവും കുളവാണ്. കാരണം ഈ കുട്ടിക്ക് നേരെ ആൾക്കാരോട് സംസാരിക്കുക, പെരുമാറുക, ഇതിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതൊരു പ്രശ്നമായിട്ട് അങ്ങനെയൊന്നുമല്ല പറയുന്നത്, പക്ഷേ അവിടെ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുമായി ഒരു കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ രണ്ടുപേരുടെയും കുടുംബജീവിതം കൊഞ്ഞാട്ടയാവും. ഇതിനാണ് ഈ കാമ്പോജി ഉപദേശം കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ അമ്മ എന്ത് പറഞ്ഞാലും, പ്രേമിച്ച് കല്യാണം കഴിച്ച് ജീവിച്ച് തുടങ്ങിയ ആ സമയം മുതൽ ഇടിയും കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന, ലോകം കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീ വേഗം മോളെ കെട്ടിച്ച് വിട്ടിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവർ കണ്ണടക്കട്ടെന്നേ പെൺകുട്ടികൾ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന, സിനിമകളിൽ ഒരുപാട് കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. മരിക്കാൻ പോകുന്ന അച്ഛനും അമ്മയും നിൻ്റെ ജീവിതം ഒന്ന് സുരക്ഷിതമാവുന്നത് കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് കണ്ണടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിക്കുന്നത്. ഇവിടെ അവർ കണ്ണടക്കട്ടെ. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഹോസ്റ്റലിൽ താമസിക്കുക, വല്ല സ്വത്തുക്കൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിറ്റ് കാശാക്കുക, അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഡീൽ ചെയ്തിട്ട് വിദ്യാഭ്യാസം നേടുക, ജോലിക്ക് പോവുക, നല്ലൊരു സോഷ്യൽ സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക. ഇതൊന്നും കാമ്പോജിക്ക് അറിയില്ല. കാരണം കാമ്പോജി തേപ്പിൻ്റെ ആളാണ്. ശ്രുതി വിളിച്ച് സംസാരിച്ച് ഫസ്റ്റ് കാമ്പോജിയുടെ പറച്ചിൽ ഇങ്ങനെയായിരുന്നു, തേപ്പ് കിട്ടിയല്ലേ അല്ലേ, അങ്ങനെയല്ലേ? അതെ, പുള്ളി മണക്കും. നമ്മൾ സാറിന് കോൾ ചെയ്യുമ്പോൾ നമ്മൾ ശബ്ദമല്ലേ, ഇങ്ങനല്ല, പുള്ളി മണക്കും. പുള്ളി ഒരു തേപ്പിൻ്റെ മണം ഉണ്ടല്ലോ എന്ന്. എൻ്റെ സൗണ്ട് ഹലോ കേട്ടിട്ട് ഈ മനുഷ്യൻ എന്നോട് പറയാം. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ തേപ്പൊന്നും ഇല്ല ചേട്ടാ. അപ്പം എന്തായാലും ഒരു വില്ലനുണ്ട് ഈ കഥയിലെന്ന്. പുള്ളി എന്നെ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങി. എനിക്ക് അതായത് നമ്മൾ വിളിക്കുകയാണ്, നമ്മൾ എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ ആരാന്ന് പറഞ്ഞിട്ടില്ല. പുള്ളി എന്താ കാര്യം പറയുന്നത് അറിയോ? പുള്ളിക്കൊരു 3000-4000 പേരെ പുള്ളി ഇതിനോടകം ഉപദേശിച്ചിട്ടുണ്ട്. അതിൽ 90% തേപ്പ് കിട്ടിയിട്ട് വന്നവരാണെന്ന്. എനിക്ക് അവരാരെങ്കിലും ഇത് കാണണമെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ തേപ്പ് കിട്ടിയിട്ടല്ല പുള്ളിയുടെ അടുത്തേക്ക് എന്നത്. പുള്ളിയുടെ അടുത്ത് ചെന്നതിന് ശേഷമാണ് നിങ്ങൾ തേഞ്ഞത്. പുള്ളിയെ വിളിക്കാൻ തീരുമാനിച്ച മൊമെന്റിലാണ് നിങ്ങൾ തേഞ്ഞൊട്ടിയത്. അല്ല, ഞാൻ എന്തേ മോനോട് പറയാ? എന്നിട്ട് അങ്ങനെ ജഡ്ജ് ചെയ്തിട്ടാണ് ഇയാൾ ഈ സാധനം മുഴുവൻ പറയുന്നത്. ഇയാളത് ചെയ്തു, അയാൾ ആ പെൺകുട്ടി ഇയാൾ ഈ പറയുന്ന ഉപദേശമൊക്കെ കേട്ടിട്ട് ആ 32 വയസ്സുള്ള ആളുടെ കല്യാണം കഴിച്ച് അവരുടെ ജീവിതം കുട്ടിച്ചോറായി കഴിഞ്ഞ് ഇവനെ വിളിച്ച് കഴിഞ്ഞ് ഇവൻ പറയും, ഒന്നും ഏറ്റെടുക്കാൻ പോകുന്നില്ല, എനിക്ക് തോന്നിയത് പറഞ്ഞു. കാരണം എന്താ, ഈ പുള്ളി തന്നെ വെച്ചിരിക്കുന്നത്, ഞാൻ ആക്റ്റീവ് ലിസണറാണ്, ഞാൻ കേൾക്കും. ഇതിൻ്റെ ഇടയിൽ ഈ നാർസിസ്റ്റിക് അബ്യൂസീവ് റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ പുള്ളി പറയുന്നുണ്ട്. എത്രയോ നാളത്തെ
ഒരു സെഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു കാര്യത്തിനെ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പുള്ളീൻ്റെ അടുത്ത് ചോദിച്ചു, ഒന്നും കൂടെ എടുത്ത്, ഇനി ഞാൻ പുള്ളി കേൾക്കാത്തത് കൊണ്ടാണോ, അപ്പം പുള്ളി കേട്ടാൽ ഇനി അഡ്രസ്സ് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, അല്ല ചേട്ടാ, എന്നാലും ഈ 14 വയസ്സിൻ്റെ ഡിഫറൻസ് എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ എൻ്റെ ടീനേജിൽ 18, 19 എന്നൊക്കെ പറയുമ്പോൾ ടീനേജ് ആണല്ലോ, ടീനേജിൽ നിൽക്കുകയാണ്. പുള്ളിക്ക് 32, 33 വയസ്സായി. അപ്പോൾ ഈ 14 വയസ്സ് എന്ന് പറയുന്നത് ഒരു ഡിഫറൻസ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്ക് സൊല്യൂഷനുണ്ട്. ഞാൻ വിചാരിച്ചു പുള്ളി ഇത് അഡ്രസ്സ് ചെയ്യില്ല, പുള്ളിക്ക് ഇതിന് സൊല്യൂഷൻ ഇല്ലാന്ന്. പക്ഷെ പുള്ളി സൊല്യൂഷൻ പറഞ്ഞു തന്നു. എന്താണെന്നറിയോ, അത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. എത്ര വയസ്സ് വരെയാണെന്നറിയോ? പുള്ളിയുടെ ഒരു 45 വയസ്സ് വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. കല്യാണം കഴിച്ചിട്ടോ, കല്യാണം കഴിക്കാതല്ല. പുള്ളിക്ക് 45 ആകുമ്പം എനിക്ക് എത്രയായി? 31 വയസ്സായി. അപ്പോഴാണ് ഇതിന് സൊല്യൂഷൻ വരിക. പുള്ളിക്ക് 45 വയസ്സായി, എനിക്ക് 31 വയസ്സാകുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരും കാണാൻ ഒരുപോലെ ഇരിക്കും. ശരിക്കും ഈ പ്രശ്നം ഗ്രൂമിംഗ് ഒന്നും അല്ലല്ലോ, നമ്മുടെ ഈ തലച്ചോറ് വികസിക്കാത്തതും നമ്മൾ ലോകം കാണാത്തതൊന്നും അല്ല. 18 വയസ്സുള്ളൊരു കുട്ടിയെ 32 വയസ്സുള്ള ഒരാൾ കല്യാണം കഴിക്കുന്നതിൻ്റെ പ്രശ്നം എന്താ? ഇവർ തമ്മിലുള്ള ലുക്ക് ഡിഫറൻസാണ്. പക്ഷെ അത് 45 വയസ്സാകുമ്പോൾ ശരിയാവും. കാരണം എന്താണെന്നറിയോ, പെൺപിള്ളേർ പെട്ടെന്ന് അങ്ങ് പ്രായമാവും. ഒന്ന് പ്രസവിച്ചുകൂടൊക്കെ കഴിഞ്ഞാൽ തീർന്നു. പക്ഷെ ആൺപിള്ളേരില്ലേ, സ്ലോലിയാണ് അവർ ഏജ്ഡ് ആവുന്നത്. അപ്പോൾ അവരൊരു 45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവരിങ്ങനെ ഇരിക്കും. അപ്പോഴത്തേക്കും നിങ്ങൾ പെണ്ണുങ്ങൾ അതുകൊണ്ട് കുഴപ്പമില്ല, 45 വയസ്സാകുമ്പോൾ ശരിയാവുമെന്നാണ് ഈ എന്നോട് പറയണത്. പക്ഷെ പുള്ളി ഇതിനിടയ്ക്ക് ഒരു സത്യം പറഞ്ഞു എന്നോട്. സോഷ്യൽ മീഡിയ അക്കൗണ്ട് എനിക്കില്ല ഏട്ടാ, ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ എക്സ്പോഷറൊന്നും ഇല്ലാത്ത ഒരാളാന്ന് പറയുമ്പോൾ പുള്ളി എന്നോട് പറയണേ, അത് നല്ലതാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട് ഇങ്ങനെ മനുഷ്യന്മാരെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട്. അതിലൊന്നും പോയി പെടാത്തതാണ് നല്ലതെന്ന്. ഞാൻ ഈ ആള് മാറി വിളിച്ചതല്ലായിരുന്നെങ്കിലുണ്ടല്ലോ, വേറെ എന്തെങ്കിലുമൊക്കെ മാറി ഞാൻ പുള്ളിനെ വിളിച്ചേനെ. മിസ്റ്റർ യദുകുല കാമ്പോജി, നിങ്ങളെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. അതായത് നിങ്ങളെപ്പോലെ കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇരിപ്പുണ്ടേ, ഇങ്ങനെ ആൾക്കാരെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട്. ഈ 4000 പേരുടെ ജീവിതം ഉണ്ടല്ലോ, ആ 4000 × 499 രൂപ പോട്ടെ, 4000 × എൻ്റെ അടുത്ത് അരമണിക്കൂർ 1000 രൂപ വെച്ചായിരിക്കുമല്ലോ ഒരു മണിക്കൂറിന് വാങ്ങിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഏതൊക്കെയോ വണ്ടിയൊക്കെ എടുത്തതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടേക്ക്, എങ്ങനെ വണ്ടി എടുക്കാതിരിക്കും? ബാക്കിയുള്ളവരുടെ ജീവിതമൊക്കെ കോഞ്ഞാട്ടയാ. പക്ഷെ പുള്ളിക്ക് ഈ ആൾക്കാരെ പറ്റിക്കുന്നവരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരുടെ ജീവിതം വെച്ചടി കയറ്റും. അതിപ്പോൾ മാനിഫെസ്റ്റേഷൻ അമ്മച്ചി ആയാലും ഈ ഏട്ടായി ആണെങ്കിൽ ഇവരുടെയൊക്കെ ജീവിതം വെച്ചടി കയറ്റാം. പക്ഷേ ഇവരെ വിശ്വസിക്കുന്നവരുടെ ജീവിതം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം വന്നു കഴിഞ്ഞാൽ, പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൽ എളുപ്പവഴി ഉണ്ടെങ്കിൽ, ലൈഫ് എന്ന് പറയുന്നത് വളരെ അൺസർട്ടൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ നടക്കുക. അതിൽ നമ്മുടെ കൺട്രോൾ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവവിശ്വാസം പറഞ്ഞു വരുന്നവർ, മാനിഫെസ്റ്റേഷൻ പറഞ്ഞു വരുന്നവർ, ഇതേപോലെ നീ ഒരു 5 കാര്യം നോക്കി നിൻ്റെ റിലേഷൻഷിപ്പ് ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാർ, ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ ഇതിനകത്ത് സെർട്ടനിറ്റി, അങ്ങനത്തെ ഒരു ഫാക്ടർ നമുക്ക് കിട്ടും. അതായത് ഇത് അൺസർട്ടൺ അല്ല, ഈ കാര്യം ഇങ്ങനെ ചെയ്താൽ ഫുൾ കൺട്രോൾ എൻ്റെ കയ്യിൽ കിട്ടും. ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം ഫീൽ ചെയ്യും. ഈ ആശ്വാസത്തിൻ്റെ അപ്പുറത്ത് നമുക്ക് ഉണ്ടാവേണ്ട റിയലൈസേഷനുണ്ട്. റിയലൈസേഷനിലേക്ക് പോകുന്നതിന് പകരം ഇതിലേക്ക് പോകുന്നത് ഭയങ്കര ആശ്വാസമാണ്. ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ നമ്മൾ ഫേസ് ചെയ്യുക, പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇവർ എളുപ്പവഴി പറഞ്ഞു തരുന്ന ആൾക്കാരാണ്. ഇവരുടെ പുറകെ പോകാൻ ഭയങ്കര എളുപ്പമാണ്. അത് ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യുന്നുണ്ട്. അതിവർ മുതലെടുക്കുന്നുണ്ട്. അങ്ങനെ മുതലെടുത്ത് അണ്ണൻ കാറെടുത്ത്, കൂളിംഗ് ഗ്ലാസ് എടുത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കുകയാണ്. പക്ഷേ ഇയാൾ ഇവിടെ ചെയ്യുന്നത് ഇത്രയും ആൾക്കാരുടെ, ഞാൻ ആലോചിക്കുന്നത് ഈ 4000 പേരെ വിളിച്ചു എന്ന് പറയുന്നു. ഇയാളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, ഇത്രയും വ്യൂസ് വരുന്നുണ്ട്, കമൻസ് വരുന്നുണ്ട്. ഇങ്ങനെ ഈ റിലേഷൻഷിപ്പ് അഡ്വൈസ് പോലെ പറയുന്ന വീഡിയോസ് കേട്ട് വിശ്വസിക്കുന്ന ടീനേജ് ആയിട്ടുള്ള കുട്ടികളെ ആലോചിക്കുമ്പോൾ ഭയമാണ് ഉള്ളിൽ തോന്നുന്നത്. ഭയം. ആണുങ്ങളെ പെണ്ണുങ്ങളെ ജനറലൈസ് ചെയ്തിട്ട് ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാണ്, ആണുങ്ങളൊക്കെ ഇങ്ങനെയാണ്, അമ്മാതിരി വിഷകാമ്പോജിയാണത്. പിന്നെ ഞാൻ ചോദിച്ചു, ചേട്ടൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ചേട്ടാ? എനിക്ക് ചേട്ടൻ്റെ കൂട്ട് ആവണം എന്ന് ആഗ്രഹമുണ്ട്, ഈ ഇങ്ങനെ ആൾക്കാർക്കൊക്കെ ഉപദേശമൊക്കെ കൊടുത്തിട്ടെ. അപ്പോൾ ചേട്ടൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറയുകയാണേ, എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. സത്യത്തിൽ ഞാനൊരു ലിസണറായിട്ടാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഞാൻ റിലേഷൻഷിപ്പ് കോച്ചായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കും പുള്ളി ഇതിനിടയ്ക്ക് എന്തോ ഡിഗ്രിയൊക്കെ ചെയ്ത്, അതൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് കൂടുന്നതിനനുസരിച്ച് പുള്ളിയുടെ ക്വാളിഫിക്കേഷനും കൂട്ടും. ഓരോ റീലും എൻ്റെ മാർക്കറ്റിംഗ് ആണ് എന്നാണ് പുള്ളി എന്നെ പറയുന്നത്. അതെ. എന്നിട്ട് പുള്ളി പറഞ്ഞത്, ഇതൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ വെച്ച് ഞാൻ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ എനിക്ക് തേപ്പ് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ വെച്ച് ഞാൻ ബാക്കിയുള്ളവരെ അങ്ങ് ഉപദേശിക്കും, അവർ രക്ഷപ്പെടട്ടെ. ഭയങ്കര തന്നെ. നമ്മുടെ നാട്ടിൽ ഈ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകൾ കൃത്യമായിട്ടുള്ളൊരു റെഗുലേഷനിലേക്ക് എത്തിയിട്ടില്ല. അതുമാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. ഇതിനും ഇവിടെ കൃത്യമായ നിയന്ത്രണങ്ങളില്ല. സ്വാഭാവികമായും ഇത് മുതലെടുത്ത് ഇങ്ങനത്തെ പരിപാടികളുമായിട്ട് ഇറങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ലൈഫ് കോച്ച് സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുള്ള സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന ആക്റ്റീവ് ലിസണർ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ
മിസ്റ്റർ കാംബോജി, നിങ്ങളൊരു ആക്റ്റീവ് ലിസണർ ആവുന്നതിന് മുമ്പ് നിങ്ങളൊരു നല്ല ലിസണറെ കണ്ടെത്തണം. നിങ്ങളുടെ ഉള്ളിൽ കുറേ പക കിടപ്പുണ്ട് കേട്ടോ. പുതിയ കാലത്തിൻ്റെ റിലേഷൻഷിപ്പ് ടേംസ് ഇതൊക്കെ നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ എന്തൊക്കെയോ കിടന്ന് തിളക്കുകയാണ്. നല്ലൊരു ലിസണറെ കണ്ടെത്തിയിട്ട് ഇത് പറയാം. പിന്നെ നിങ്ങൾ ആക്റ്റീവ് ലിസണർ എന്ന് നിങ്ങളുടെ പേരിൽ വെച്ചിട്ടുണ്ടെങ്കിലും ശ്രുതിയായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഞാനും കൂടി ഇരിക്കുമ്പോഴേ ഞാനത് റെക്കോർഡ് ചെയ്യുന്നത്. ആ സമയത്ത് ഇയാൾ ലിസണറും തേങ്ങയൊന്നുമല്ല, പുള്ളി കഥാപ്രസംഗമാണ്. പുള്ളി തന്നെ ഉപദേശിച്ച് അങ്ങോട്ട് മരിക്കുകയാണ്. ഒരു നല്ല ലിസണർ എന്ന് പറയുന്നത് ആദ്യം ലിസൺ ചെയ്യും. പുള്ളി ആദ്യമേ ജഡ്ജ് ചെയ്ത് വെച്ചേക്കുക, ഈ പെണ്ണിൻ്റെ കേസ് ഇതാണ്, പെൺപിള്ളേരല്ലേ വിളിക്കണത്, ഇതൊക്കെ തന്നെ ആയിരിക്കും കേസ്. അത് കഴിഞ്ഞ് ഇന്ന കേസാണോ, വേഗം കല്യാണം കഴിച്ചു പോകും. ഇത് പറയാൻ നിങ്ങളെ ആക്റ്റീവ് ലിസണർ ഒന്നും ആവണ്ട. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു ആശ്വാസം തോന്നുന്നുണ്ട് ചേട്ടാ. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്കിപ്പോൾ തോന്നിയ ആശ്വാസം ഒരുപാട് ആളുകൾക്ക് കിട്ടണം. ചേട്ടനൊരു ക്ലിനിക്ക് ഇട്ടൂടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഈ റീച്ച് എന്ന് പറയുന്നത് സത്യത്തിൽ സോഷ്യൽ മീഡിയ വഴിയേ കിട്ടുള്ളൂ. പിന്നെ ഈ ക്ലിനിക്കൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ അതിന് അവർ ഡിഗ്രി ചോദിക്കും, ക്വാളിഫിക്കേഷൻ ചോദിക്കും, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ സേവനം എനിക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം. എൻ്റെ ഓരോ റീലും എൻ്റെ ഓരോ മാർക്കറ്റിംഗാണ്. അതായത് വളരെ വൾണറബിൾ ആയിട്ടുള്ള ടീനേജിലൊക്കെ നിൽക്കുന്ന പിള്ളേരുടെ കയ്യിൽ നിന്ന് 500 രൂപയ്ക്ക് 1 രൂപ ഡിസ്കൗണ്ട് കൊടുത്ത് പറ്റിച്ച് വാങ്ങുന്ന പരിപാടി ഒരു ക്ലിനിക്കിട്ട് നടത്തിയാൽ അവിടെ ഈ പറയുന്ന കൊച്ചുപിള്ളേർ മാത്രമല്ല വരിക. വളരെ സെൻസിബിളായിട്ടുള്ള ഈ പറഞ്ഞ വൾണറബിൾ സ്റ്റേറ്റിലല്ലാതെ ഇതെന്താണെന്ന് കൃത്യമായി അന്വേഷിക്കുന്ന ആളുകൾ അവിടെ വരും. അവർ വന്നു കഴിയുമ്പോൾ കാംബോജിനെ ക്യാബേജ് അരിയണ പോലെ അരിയും. അത് പേടിച്ചിട്ടാണ് ഇയാൾ ക്ലിനിക്ക് ഇടാത്തത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടൻ സൂക്ഷിക്കണം. ഈ ക്വാളിഫിക്കേഷനൊന്നും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാരുണ്ട്. ഇതൊക്കെ തപ്പിയെടുത്ത് ചേട്ടനെയൊക്കെ വിളിച്ചിട്ട് ഐഡൻറ്റിറ്റിയൊക്കെ മാറ്റി വെച്ച് സംസാരിച്ചിട്ട് അവർ ചേട്ടൻ്റെ കുറിച്ച് വീഡിയോ ചെയ്യും. അപ്പോൾ ചേട്ടൻ സൂക്ഷിക്കണം കേട്ടോ. പുള്ളി എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞായിരുന്നു, എല്ലാ മനുഷ്യന്മാർക്കും 2 മുഖമുണ്ട്, നമ്മൾ കാണുന്നതും നമ്മൾ കാണാത്തതും. അപ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, ചേട്ടൻ ഇപ്പോൾ കണ്ടത് ചേട്ടൻ എൻ്റെ കണ്ട മുഖം, ഇനി കാണാൻ പോകുന്നത് കാണാത്ത മുഖം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിക്കായിട്ട് തന്നെ ഞാൻ വാണിങ് കൊടുത്തു, ചേട്ടാ ഇതൊക്കെ സൂക്ഷിക്കണം കേട്ടോ എന്ന്. അപ്പോൾ പുള്ളിയോട് പറയുകയാണേ, അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എൻ്റെ അടുത്ത് സംസാരിക്കുന്നവരൊന്നും എൻ്റെ അടുത്ത് ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാറില്ല എന്ന്. മണ്ടനാണോടോ താൻ? എടോ, തൻ്റെ ഐഡൻറ്റിറ്റി അവർക്കറിയൂലേ? അവരുടെ ഐഡൻറ്റിറ്റി അല്ലേ തനിക്കറിയാത്തതുള്ളൂ. അപ്പോൾ താനാണ് ഈ വൃത്തികേട് കാണിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവൂലേ? പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുകയെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. കാംബോജി, ആർ യു സീരിയസ്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് പുള്ളി എന്നോട് പറയുകയാണ്, ഇത് ഞാൻ എൻ്റെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി, ഞാൻ ഓർത്തു പോകുന്നു പുള്ളിക്കാരത്തിയുടെ റിയാക്ഷൻ. പുള്ളിക്കാരൻ പറയുകയാണേ, സൈക്കോളജിസ്റ്റിനെ ഒന്ന് കാണാൻ പോകണം. കാരണം സൈക്കോളജിസ്റ്റുകളെയൊക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാർ പറയും നിങ്ങൾക്ക് വട്ടാന്ന്, അതുകൊണ്ട് പോകണ്ട, അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചാൽ മതി. അതായത് ഡിഗ്രി ഉള്ളവരെ കാണാൻ പോയാൽ നിങ്ങൾക്ക് വട്ടാണ്, ഡിഗ്രി ഇല്ലാത്ത ഇതേപോലുള്ള ഉഡായ്പകളുടെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സേഫാണ്. അതായത് പുള്ളി പറഞ്ഞത് കൂട്ടുകാർ പറയുന്നതൊന്നും കേൾക്കണ്ട, പക്ഷെ നാട്ടുകാർ പറയുന്നത് പേടിച്ച് നിങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാതിരിക്കണം. അങ്ങനെ ഒരു പ്രത്യേകതരം ജീവിതമാണ് കാംബോജേട്ടൻ്റെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ എന്നാലും ചേട്ടൻ സൂക്ഷിക്കണം, ഇങ്ങനെയുള്ള ഫ്രോഡുകളെയൊക്കെ എക്സ്പോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞു സൂക്ഷിക്കാമെന്ന്. ഞാൻ ഈ കോള് കേട്ടോണ്ടിരിക്കുമ്പോൾ ശ്രുതി ഗംഭീരമായിട്ട് അഭിനയിക്കുകയാണ്. ഷീസ് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ് യുനോ. പക്ഷേ നമുക്ക് ആ കോൾ ഇപ്പം നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല, അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാംബോജി ചേട്ടൻ എന്തെങ്കിലും തരത്തിൽ ഈ പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ 37 മിനിറ്റ് 16 സെക്കൻഡ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആ കോള് അത് നിങ്ങൾ കേൾക്കണം. ഭയങ്കര അഭിനയമാണ്, അഭിനയിക്കിട്ട് മരിച്ചോണ്ടിരിക്കുക. പക്ഷേ ഞാൻ അഭിനയിക്കുകയാണ് ഏട്ടാന്ന് ശ്രുതിയുടെ ചില ഡയലോഗുകളിലുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഈ ആക്റ്റീവ് ലിസണറിന് ഇതൊന്നും മനസ്സിലാവും. ഞാൻ തന്നെ എൻ്റെ കോള് കേട്ടപ്പോൾ എത്ര സ്ഥലത്ത് തന്നെ പൊക്കായിരുന്നു ഈ മനുഷ്യൻ. ഇതുപോലെ കാംബോജിയുടെ കാര്യം. എന്നിട്ട് ലാസ്റ്റ് വെക്കാൻ നേരത്ത് പുള്ളി എൻ്റെ ഈ കാർന്നോമാരൊക്കെ കൈ പിടിച്ച് കൊടുക്കില്ലേ, അതേപോലെ പുള്ളി എൻ്റെ കൈ പിടിച്ച് ആ കാണാത്ത മനുഷ്യൻ്റെ കൈ പിടിച്ച് കൊടുത്തിട്ട് ഈ പുള്ളി എന്നോട് പറയാണ്, കുട്ടിയുടെ ഭാവി സുരക്ഷിതം, ഇനി ഒന്നും പേടിക്കണ്ട, ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിട്ടെ. അത് ഇതിനായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഇനി നമുക്ക് പുള്ളീൻ്റെ കുറച്ച് റീൽസ് കാണാം. അതായത് ഇത്രയുണ്ട്, മാക്സിമം ചുരുക്കി പറയാൻ ശ്രമിക്കാം. കാരണം നിങ്ങളുടെ അടുത്ത് പോയിട്ട് ആ പുള്ളീൻ്റെ റീൽസ് കാണാൻ പറയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കോപ്പിറൈറ്റ്. അതുകൊണ്ട് അത് വേണ്ട. ഞാൻ പുള്ളിയാണെന്ന് കരുതുക, എന്നിട്ട് പുള്ളിയുടെ ടോൺ എനിക്ക് കിട്ടൂല, അത് വേറെ തന്നെ ടോണാണ്. പുള്ളി മറ്റേ ചേട്ടനാണ്, എല്ലാവരുടെയും അങ്ങ് ചേട്ടനാ. എടാ ഞാൻ നിന്നോട് പറഞ്ഞു തരും, നീ അതുപോലെ കേട്ട് കഴിഞ്ഞാൽ നിന്റെ ജീവിതം നന്നാവും, അല്ലെങ്കിൽ നിന്റെ ജീവിതം കുട്ടിച്ചോറാവും എന്ന് പറയുന്ന ഒരു കാംബോജി. എന്ത് പറയുമ്പോഴും പുള്ളി പറയുന്നത് എന്താ അറിയോ, റിലേഷൻഷിപ്പിലെ ഡാർക്ക് സീക്രട്സ്. അതായത് അവൻ്റെ ദുരിതം പിടിച്ച ഒരു ഡാർക്ക് ലോകമുണ്ട് പുള്ളി കണ്ടിട്ടുള്ള. അവിടെ എന്തോ സീക്രട്ട് ഞാൻ ഖനനം ചെയ്ത് കണ്ടുപിടിച്ചു എന്നാണ് പുള്ളി വിശ്വസിക്കുന്നത്. ആ സാധനം എടുത്തു വെച്ചിട്ട് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുക. സീക്രട്ട് അറിയണമെങ്കിൽ ഫോളോ ചെയ്തുള്ള എന്തെങ്കിലുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഡാർക്കായിട്ടൊരു സൈഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അവിടെ എന്തൊക്കെയോ സീക്രട്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് തുറന്ന് സംസാരിക്കുക.
ഓപ്പണായിട്ട് കാമായിട്ട് സംസാരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടുന്നില്ല, നിങ്ങളുടെ ഉള്ളിൽ ആ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല റിലേഷൻഷിപ്പ് റിലേറ്റഡ് അഡ്വൈസ് തരാൻ പറ്റുന്ന നല്ലൊരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുക. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇജാതി ഡാർക്ക് സീക്രട്ടുകാരെ അവൻ്റെ ജീവിതമോ 3G അതിൽ നിന്ന് മാന്തിയെടുത്ത കുറേ 3G ഉപദേശങ്ങളാണ് ഇവൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെയും ലൈഫിൽ നടക്കുന്നതെന്ന് വിശ്വസിച്ചാൽ ഇവിടെ 100 ആളുണ്ടെങ്കിൽ 100 സ്വഭാവമാണ്, 100 സാഹചര്യമാണ്. ആ ആളാണ് ഇതേ 100 സാഹചര്യങ്ങളുള്ള വേറൊരാളുമായി റിലേഷൻഷിപ്പിലാവുന്നത്. സോ ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 100ൻ്റെ 100. ഇത്രയും സാധ്യതകളാണ് പ്രശ്നങ്ങളുടെ. ഈ സാധ്യതയാണ് ഇവൻ്റെ ഒരുത്തൻ്റെ ലൈഫ് വെച്ചിട്ട് ഇവിടെ ഇരുന്ന് കഥാപ്രസംഗം പറയുന്നത്. ദയവ് ചെയ്ത് ഇതിനൊന്നും നമ്പരുത്. ഞാൻ പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് എത്തി നോക്കിയപ്പോൾ ആദ്യത്തെ റീൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് 11th January 2025 കുറേ ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആൾക്കാരുടെ കാര്യം പറഞ്ഞു. നിങ്ങൾ സിംഗിളാണ്, പക്ഷെ നിങ്ങൾക്ക് അതിഭീകരമായിട്ട് എനിക്കൊരു റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ചേട്ടായി ആദ്യം പറയുന്നത്. അതായത് പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് പോവാം, എന്നിട്ട് പുള്ളിയുടെ റീല് കാണുക, കമൻറ്റ് സെക്ഷൻ നോക്കുക. നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ആവശ്യമാണെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളൊരു ആൺകുട്ടിയാണെങ്കിൽ അവിടെ കമൻറ്റ് ചെയ്യുന്ന വേറൊരു പെൺകുട്ടി നിങ്ങളുടെ അക്കൗണ്ട് നോട്ടീസ് ചെയ്യുകയും അതിലൂടെ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുകയും അങ്ങനെ നിങ്ങൾക്കൊരു ലൈഫ് സെറ്റ് ആവുകയും ചെയ്യും. ഇനി നിങ്ങൾ പെൺകുട്ടിയാണെങ്കിൽ വൈസ് വേഴ്സ. അതായത് പുള്ളിയുടെ അക്കൗണ്ടിൽ പോയി കമൻറ്റ് ഇട്ടിട്ട് സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരെല്ലാം പുള്ളിയുടെ അക്കൗണ്ടിൻ്റെ കമൻറ്റ് ബോക്സ് മറ്റേ മാട്രിമോണി പോലെ വർക്ക് ചെയ്യുക അത്രേ. എന്നിട്ട് അവിടെ പോയിട്ട് ആൾക്കാരെ നിങ്ങൾ പെറുക്കിയെടുത്തോളാം. കാരണം നല്ല പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയി നല്ല രസമായിട്ടിരുന്ന് മിച്ചറും കഴിച്ച് റീൽസും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ അല്ലാത്തൊരു പെണ്ണ് അവൾ പോക്കേസാണ്. അങ്ങനെ അല്ലാത്ത ഈ മിച്ചറും കഴിച്ച് ചായയും കുടിച്ച് വീട്ടിലിരുന്ന് റീൽസ് കാണുന്ന ആ നല്ല പെൺകുട്ടി ഇതിൽ താഴെ കമൻ്റ് ഇടും, നിങ്ങളിവിടെ വന്ന് കമൻ്റ് ഇടും, അങ്ങനെ നിങ്ങൾക്ക് ലൈഫ് സെറ്റാക്കാമെന്ന് പറയുന്ന ഇതൊക്കെ ഓരോ ആൾക്കാരുടെ ഇൻസെക്യൂരിറ്റിയാണ്. ഒരു 10-22 വയസ്സാകുമ്പോഴും പ്രേമിക്കാൻ ആളില്ല, അല്ലെങ്കിൽ 24 വയസ്സായി കല്യാണം കഴിക്കാൻ നോക്കി കിടക്കുന്നു. ഈ ആൾക്കാരുടെയൊക്കെ ഇൻസെക്യൂരിറ്റി പുഴുങ്ങി തിന്നാണ് ഇയാൾ. എന്നിട്ട് പുള്ളി പറയണേ എന്നെ മാമാന്ന് മാത്രം വിളിക്കല്ലേന്ന്. നിന്നെ അത് മാത്രമല്ല വിളിക്കണം, നിന്നെ വേറെ പലത് ഈ എപ്പിസോഡ് ചെയ്യുമ്പോഴും നീയായിട്ട് സംസാരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ എന്തൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടെന്ന് അറിയോ. കാണുന്ന ആരും വിളിച്ചു പോകും, നിന്റെ പ്രവൃത്തി അതിലാണ്. ട്രൂ ലവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ സഹായിക്കുന്നുണ്ട്. ട്രൂ ലവിൽ പെട്ടിട്ടുള്ള പുരുഷൻ ഒരു പ്രത്യേകതരം പുരുഷനാവും, ട്രൂ ലവിൽ പെട്ടിട്ടുള്ള പെണ്ണ് ഒരു പ്രത്യേകതരം പെണ്ണായിട്ട് മാറും. അതിന് രണ്ടിനും പുള്ളി കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ട്രൂ ലവിലുള്ള പെൺകുട്ടികളെ നമുക്ക് ആദ്യം കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലവ് അനലൈസ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുക. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ പാർട്ട്ണർ ഇങ്ങനെ നിങ്ങളോട് പെരുമാറുന്നുണ്ടോയെന്നോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ട്രൂ ലവ് അല്ല. ഓക്കെ, ട്രൂ ലവിലുള്ളൊരു പെൺകുട്ടിയാണെങ്കിൽ ആദ്യം അവൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവൾ ആണിൻ്റെ പോക്കറ്റിൽ കയറിയിരിക്കും. അതായത് അങ്ങനെ നോക്കട്ടെ, എൻ്റെ പോക്കറ്റിൽ കാര്യമില്ല. നൈസ്, അവൾ ആദ്യം ഇരിക്കണത് ആണിൻ്റെ പോക്കറ്റിൽ കയറിയിരിക്കുന്നു. ഞാൻ അതായത് ഐഡൻറ്റിറ്റി ഇല്ലാതെ, വേറെ ഒരു പണിയില്ലാതെ, ലൈഫിൽ സ്വന്തമായിട്ടുള്ളൊരു സ്പേസ് പോലും ഇല്ലാതെ, മറ്റേ ആൾക്ക് സ്പേസ് കൊടുക്കാതെ അയാളുമായിട്ട് ഒട്ടിച്ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്വാസം മുട്ടി ജീവിക്കുക എന്നുള്ളതാണ് ഈ കാമ്പോജി പ്രേമമായിട്ട് ധരിച്ചിരിക്കുന്നത്. ഇതിനെയാണ് നീ ലവെന്ന് വിചാരിച്ചു വെച്ചേക്കുന്നത്. ഇനി അടുത്തത്, ആ പെണ്ണ് നിന്നെ കടിക്കും പിച്ചും മാന്തും. പൂച്ചേ പട്ടിയ അതെനിക്ക് പറയാനുണ്ടേ, അത് ഞാൻ വേറെ തരാം. ഞാൻ പറയുന്ന ആൺകുട്ടികൾ ഇതിനെതിരെ പ്രതികരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നീ എന്താ ആമ്പിള്ളാരെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇവൻ പറയുന്നത് ട്രൂ ലവിലുള്ള പെങ്കൊച്ചുങ്ങളുണ്ടല്ലോ, അവര് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും, ശല്യം ചെയ്യും, വായി തോന്നുന്നത് എല്ലാം വിളിച്ചു പറയും, നിന്നെ ഉപദ്രവിക്കും. പക്ഷെ അത് എന്തുകൊണ്ടാണെന്നറിയോ? അവൾക്ക് മൂഡ് സ്വിങ്സ് ഉള്ളത് കൊണ്ടാണ്. മൂഡ് സ്വിങ്സ് മാറിക്കഴിയുമ്പോൾ അവൾ ഇതൊക്കെ മറക്കും, എന്നിട്ട് നിൻ്റെ അടുത്തേക്ക് വരും. അപ്പം നീ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയോ? ആമ്പിള്ളാരോട് ഇവൻ പറയുകയാണെ ആമ്പിള്ളാർ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നേരെ സ്വിഗ്ഗി എടുക്കുക, കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യുക. നിങ്ങൾക്ക് ചേട്ടൻ പണി എളുപ്പമാക്കി തന്നിട്ടുണ്ട്, സാറിന് നിങ്ങൾക്ക് ഡൗട്ട് വരില്ലേ നിങ്ങളുടെ പാർട്ട്ണർക്ക് എന്ത് ഫുഡാണ് ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. പെൺപിള്ളേർക്ക് ജനറലായിട്ട് ചേട്ടൻ ഒരു മെനു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് വഴക്കുണ്ടായി കഴിയുമ്പോൾ പെൺകുട്ടികൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ: ചോക്ലേറ്റ് ബേസ്ഡ് ഡെസേർട്ട്, നൂൽ പൊറോട്ടയും ഹണി ഗ്രിൽഡ് ചിക്കനും ഫ്രഷ് ലൈമും. അവള് പൊറോട്ടയും ചിക്കനും വായിലിട്ട് ചവച്ചിറങ്ങാതെ വരുമ്പോൾ കുറച്ച് ലൈം ജ്യൂസ് കമഴ്ത്തി കൊടുക്കാനായിരിക്കും പുള്ളി. അതായത് പിണങ്ങിയിരിക്കുന്ന, അതായത് ഒരു ആണിനെ ദ്രോഹിക്കാവുന്നതിന് അത്രയും ദ്രോഹിച്ചിരിക്കുന്ന ഒരു പെണ്ണിന് സ്വിഗ്ഗിയിൽ നിന്ന് ഇത് വാങ്ങിച്ചു. എന്ത്? നൂൽ പൊറോട്ടയും ഹണി ഗ്രിൽഡ് ചിക്കനും ഫ്രഷ് ലൈമും സ്പെഷ്യലായി ചോക്ലേറ്റ് ഐസ്ക്രീമും. ഞാൻ എന്ത് ഈ മോനോട് പറയും? എനിക്കറിയില്ല. എടാ നിനക്ക് വയ്യേ? നീ എന്താ വിചാരിച്ചു വെച്ചേക്കുന്നേ? നീ ആണുങ്ങളെ കുറിച്ച് എന്താ വിചാരിച്ചത്? നീ പെണ്ണുങ്ങളെ കുറിച്ച് എന്താ വിചാരിച്ചു വെച്ചേക്കുന്നേ? നിനക്ക് വേണേ നീ അങ്ങ് വാങ്ങി തിന്നാ പോരെ? നീ പ്രേമത്തിലിരിക്കണമെങ്കിൽ, നിനക്കൊരു പെണ്ണ് നിന്റെ കൂടെ നിൽക്കണമെങ്കിൽ നീ ഇങ്ങനെയൊക്കെ തിന്നാലേ പറ്റൂന്ന് ഇവൻ ആണുങ്ങളെ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുക. എൻ്റെ പൊന്നു മക്കളെ, കാമ്പോജിയൊക്കെ എടുത്ത് തോട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. നിങ്ങളുടെ മനസ്സമാധാനം കളഞ്ഞ് നിങ്ങളുടെ പേഴ്സണൽ ഫ്രീഡം ഇല്ലാണ്ടാക്കി നിങ്ങളുടെ സ്പേസ് കുളമാക്കുന്നത് സ്വന്തം തന്ത എന്നുള്ളതാണെങ്കിൽ പോലും അതിന്
അനുവദിച്ചു കൊടുക്കരുത്. അവനവൻ്റെ മെൻ്റൽ ഹെൽത്തിന് അപ്പുറത്തേക്ക് ഒരു സാധനവും ഇല്ല. നിങ്ങളുടെ മനസ്സമാധാനം കളഞ്ഞ് നിങ്ങളെ കുത്തിത്തിരിപ്പുണ്ടാക്കി ആകെ ഒരു മോശം അവസ്ഥയെ കൊണ്ട് നിർത്തിയിട്ട് അവൾക്ക് ഹണി ഗ്രിൽഡ് എന്താ ചിക്കനും നൂൽ പൊറോട്ടയൊക്കെ ലൈമ് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം പറയാം. പിന്നെ മൂഡ് സ്വിങ്സ് ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതുണ്ടാവും, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുണ്ടാവുന്നുണ്ടെങ്കിൽ അത് മറ്റേ ആളെ ദ്രോഹിക്കാനുള്ള ടൂളൊന്നുമല്ല. ആ സിറ്റുവേഷൻ അവൾ മനസ്സിലാക്കണം, അവൾ ഡീൽ ചെയ്യണം. എല്ലാ ആൾക്കാരുടെയും ഇമോഷൻസ് അവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാതെ പ്രേമിക്കുന്ന ചെക്കൻ്റെയോ കല്യാണം കഴിഞ്ഞ ചെക്കൻ്റെയോ ഒന്നും അല്ല. അതേപോലെ ഈ കല്യാണം കഴിഞ്ഞ ചെക്കന് ദേഷ്യവും അവൻ്റെ ജോലിയിലെ ഫ്രസ്ട്രേഷനും പിണ്ണാക്കും ഒക്കെ വരുമ്പോൾ അത് ഈ പെണ്ണിനോടല്ല തീർക്കേണ്ടത്. അവനവൻ്റെ ഇമോഷണൽ ഇഷ്യൂസ് അവനവൻ ഡീൽ ചെയ്യണം. അതിന് പറ്റില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം. അല്ലാതെ ഇമ്മാതിരി കാമ്പോജികളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ജനറലൈസ് ചെയ്ത് വെക്കരുത്. അത് ബേസിക്കലി രണ്ട് പാർട്ട്നേഴ്സ് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അത് ഈ മൂഡ് സ്വിങ്സ് എന്നാണ് എന്ത് തന്നെ ആയാലും നിങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അല്ലാതെ നിങ്ങളുടെ ഒരു ആൺകുട്ടിയെ ഇത്രയേറെ ദ്രോഹിച്ചിട്ട്, അതായത് ഇവൻ പറയുന്നത് നാഗവല്ലിയെ ഗംഗയാക്കി മാറ്റാനുള്ള ടൂളാണിതെന്ന്. പിന്നെ സണ്ണിക്ക് ഭ്രാന്തായിരുന്നല്ലോ, കളമൊക്കെ വരച്ച് അതിനകത്ത് നകുലനെ കൊണ്ടുവന്ന്. എന്നാൽ പിന്നെ സണ്ണിക്ക് തിലകൻ്റെ ക്യാരക്ടറിനോ അല്ലെ തിലകനെ സണ്ണിയോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, മോനെ നീ കളം വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ഹണി ഗ്രിൽഡ്, അന്ന് ഹണി ഗ്രിൽഡ് ചിക്കനും നൂൽ പൊറോട്ട ഇല്ലായിരുന്നല്ലോ അല്ലേ, പക്ഷെ ലൈം ഉണ്ടായിരുന്നു, അതിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു സാധാ പൊറോട്ട. അതെ, ഗംഗയ്ക്ക് നാഗവല്ലിക്ക് കൊടുത്ത് ഗംഗയാക്കായിരുന്നു. അപ്പം നമുക്ക് തോന്നും ഈ പുള്ളി ഇത്രയും സഹിക്കുന്ന ആണുങ്ങളുടെ ഇമോഷനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന്. ഇല്ല, അതും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ മനസ്സിലാക്കാത്ത, നിങ്ങളുടെ ഇമോഷൻസിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാത്ത ഒരു പാർട്ട്ണറിൻ്റെ കൂടെ ജീവിച്ച് നിങ്ങൾ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ അതിനുള്ള സൊല്യൂഷനും പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം നിങ്ങൾ കുനിഞ്ഞു നിൽക്കുക, ഷൂവിൻ്റെ ലേസ് കെട്ടുക, എന്നിട്ട് 2 മണിക്കൂർ രാത്രി ഇറങ്ങി ഓടുക. ഇതല്ലേ അവൻ മറ്റേ സാധനം എഴുതി വെച്ചേക്കുന്ന പ്രൊഫൈൽ, നാർസിസ്റ്റിക് എന്തോന്നും എസ്കേപ്പ് ആവാൻ. എൻ്റെ പൊന്നാൺകുട്ടികളെ, നിങ്ങളിതിനെതിരെ പ്രതികരിക്കണം. ഇങ്ങനെ ഒരുത്തൻ സമൂഹത്തിന് ആപത്താണ്. ഞാൻ പറയുന്നത് എനിക്കിത് കണ്ടാലും കേട്ടാലും മനസ്സിലാവും, നിങ്ങൾക്കും ചിലപ്പോൾ കണ്ടാലും കേട്ടാലും മനസ്സിലാവും. പക്ഷേ നിങ്ങളുടെ അനിയന്മാർക്കോ നിങ്ങളുടെ മക്കൾക്കോ ഇത് മനസ്സിലാവണമെന്നില്ല. അവരിതാണ് ശരിയെന്ന് വിചാരിക്കും. ഇങ്ങനെ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയല്ല പ്രശ്നങ്ങളെ ഡീൽ ചെയ്യേണ്ടത്. അടുത്തത് തീർന്നിട്ടില്ല. വിമൻ ഇൻ ലവ് എന്ന് പറയുന്നത് സാഗരം പോലെ കിടക്കുകയാണേ, ഓരോ റീലിലും ഓരോന്നാ. വിമൻ ഇൻ ലവ് എന്ന് പറയുമ്പോൾ അവരുടെ തലയിൽ തലച്ചോറുണ്ടാവില്ല, പകരം കളിമണ്ണായിരിക്കും. പിന്നെ അവർ സൈക്കോസ് ആയിരിക്കും. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ലല്ലേ? പക്ഷെ മെൻ ഇൻ ലവ് ഉണ്ടല്ലോ, അവർ ഭയങ്കര ക്യൂട്ടായിരിക്കും. കാമ്പോജി ഒരുപാട് റീലുകൾ കാണുന്നുണ്ട്. ഈ റീൽ കാണുന്നതല്ല ഒറിജിനൽ സാധനം. ഇനി ഒരു സ്ത്രീ നിങ്ങളുമായി പ്രണയത്തിലാവുമ്പോൾ അവളൊരു മെസ്സേജ് അയച്ചു, നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന്, അല്ലെങ്കിൽ അവൾ വിളിച്ചു, നിങ്ങൾക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല, അവൾ നിന്നെ സ്റ്റോക്ക് ചെയ്തു, നിനക്കത് ഇഷ്ടപ്പെട്ടില്ല, അവൾ നിൻ്റെ അനുവാദമില്ലാതെ നിൻ്റെ ഫോൺ ചെക്ക് ചെയ്തു, നിനക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെയാണെങ്കിൽ അത് നിൻ്റെ പ്രശ്നമാണ്, അത് ആ പെൺകുട്ടിയുടെ പ്രശ്നമല്ല. കാരണം ഒന്ന് സ്റ്റോക്ക് ചെയ്തില്ലെങ്കിൽ, നിൻ്റെ അനുവാദം ഇല്ലാതെ നിൻ്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്തില്ലെങ്കിൽ, നിൻ്റെ മെസ്സേജസ് നിൻ്റെ അനുവാദം ഇല്ലാതെ അവൾ വായിച്ചിട്ടില്ലെങ്കിൽ, പിന്നെ എന്ത് ലവാണ് ബായ്? ഇതൊക്കെ ചെയ്യുന്ന പെണ്ണിനെ കിട്ടിയാൽ നീ പുണ്യമായി കരുതണം. കാരണം നീ നിൻ്റെ ട്രൂ ലവിനെ കണ്ടെത്തി കഴിഞ്ഞു. എടാ, അവൻ കണ്ടെത്തിയത് അവൻ്റെ ട്രൂ ലവ് അല്ലടാ, മണ്ട എന്നൊക്കെ എൻ്റെ ഏറ്റവും സഭ്യമായ ഭാഷയിലാണ് ഞാൻ നിന്നെ വിളിക്കുന്നേ. നിന്നെ ഇതൊന്നും അല്ല വിളിക്കണ്ടേ. ആ പയ്യൻ കണ്ടെത്തിയിരിക്കുന്നത് അവൻ്റെ ലൈഫിൽ ഒരു ഡിസാസ്റ്ററാണ്. അവനെ എങ്ങനെയൊക്കെ പൂട്ടാന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി ഒരു പക്ഷേ കൃത്യമായിട്ടുള്ള തെറാപ്പി സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവളും അവളുടെ സ്വഭാവത്തിലെ ഈ വൈകൃതങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞേക്കാം. സോ ഇത് ബേസിക്കലി ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇപ്പോൾ എൻ്റെ ഫോൺ ഞാൻ ലോക്ക് ഇട്ട് വെക്കണോ ലോക്ക് ചെയ്യാതെ വെക്കണോ, എൻ്റെ പാർട്ട്ണർ ആ ഫോൺ എടുത്ത് നോക്കിയാൽ എനിക്ക് കുഴപ്പമില്ലേ, ഇതൊക്കെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ അതെനിക്ക് ചെക്ക് ചെയ്തേ പറ്റൂ. ബിക്കോസ് അങ്ങനെ ചെക്ക് ചെയ്യാൻ എനിക്ക് അവസരം തന്നിട്ടില്ലെങ്കിൽ നീ എന്തോ ഇതിൽ നിന്ന് മറയ്ക്കുന്നു, അപ്പോൾ നിനക്ക് മറ്റൊരു ബന്ധമുണ്ട്, നിനക്ക് എന്നോടുള്ള ട്രൂ ലവ് അല്ല എന്നൊക്കെ ചിന്തിക്കുന്നത് അതൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിനെ കൂടെ കൊണ്ട് നടന്നിട്ട് അങ്ങനൊരു പ്രശ്നമുള്ളതാണ് എൻ്റെ പ്രശ്നം അല്ലെങ്കിൽ എൻ്റെ പ്രേമം എന്നൊക്കെ വിശ്വസിക്കാൻ ആൺപിള്ളേരോട് പറയുന്നത്, അവിടെ ഞാൻ വീണ്ടും പറയുന്നത്, ഈ അതുപോലെ കാമ്പോജി ദ്രോഹിക്കുന്നത് ആൺകുട്ടികളെയാണ്. ഇവന് തേപ്പ് കിട്ടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നാട്ടിലുള്ള ആൺപിള്ളേരുടെ ജീവിതം മുഴുവൻ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇനി ഒരു പെൺകുട്ടി പ്രേമത്തിലാണെങ്കിൽ അവൾ എപ്പോഴും കൊച്ചു കുട്ടിയെ പോലെ ബിഹേവ് ചെയ്യും. അവൾക്ക് ലോജിക്കലി സംസാരിക്കുന്നത് ഇഷ്ടാവില്ല, അവൾക്ക് രാഷ്ട്രീയം സംസാരിക്കുന്നത് ഇഷ്ടമല്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇഷ്ടമേ അല്ല. ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ അവളൊരു വൈഫ് മെറ്റീരിയലോ അവളൊരു ഗേൾ ഫ്രണ്ട് മെറ്റീരിയലോ അല്ല. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആൺകുട്ടികളോട് പറയുകയാണേ, ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ഒരു റീല് നീ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അവൾ അതെല്ലാം കണ്ടിട്ട് ഈ ചേട്ടായി എന്ത് ഹ്യൂമർ സെൻസാ, എന്ത് തമാശ, ഈ ചേട്ടായി എന്ത് രസം, എന്ത് ജോളിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ അവളൊരു ഗ്രീൻ ഫോറസ്റ്റ് ആണ്.
ഇത് അവൻ്റെ റീൽ പറഞ്ഞാണ്. അതെ. ഇനി നീ നിന്റെ ഗേൾ ഫ്രണ്ടിന് എൻ്റെ റീൽ അയച്ചു കൊടുക്കുമ്പോൾ അവൾ പറയാണ് ഇത് എന്ത് വൃത്തികേടൊക്കെയാണ് ഇവൻ വിളിച്ചു പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിലെ ഫെമിനിസ്റ്റ് ഉണർന്നാൽ നീ ഉറപ്പിച്ചോ അവൾ റെഡ് ഫോറസ്റ്റാണ്. എൻ്റെ മോനെ നീ ഓടി രക്ഷപ്പെട്ടു. അതായത് ഇവൻ്റെ റീല് കണ്ട് ഇഷ്ടപ്പെടുന്ന പെൺപിള്ളേരെല്ലാം ഗ്രീൻ ഫോറസ്റ്റും, ഇവൻ്റെ റീല് കണ്ടിട്ട് പലതും തോന്നുന്ന എന്നെ പോലുള്ള സ്ത്രീകളൊക്കെ റെഡ് ഫോറസ്റ്റും ആണെന്നാണ്. ഞാനിത് കറക്റ്റായിട്ടുള്ള ഒരു ആംഗിളിൽ പറഞ്ഞു തരട്ടെ. എവൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മുഴുവൻ കാണാനും മുഴുവിപ്പിക്കാനും തോന്നുന്നുണ്ടെങ്കിൽ യു ആർ സംവെയർ ലൈക്ക് യു നീഡ് ഹെൽപ്പ്. യു ആർ സംവെയർ, അതായത് നിങ്ങൾ വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ചില ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണർന്നിരിക്കുമ്പോഴാണ് ഇമ്മാതിരി ക്യാബേജുകളെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുക എന്തോ ഇതിനകത്തുണ്ടല്ലോ എന്ന്. നിങ്ങൾ കൃത്യമായിട്ട് സ്വയം ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ആദ്യം തുടങ്ങേണ്ടത്. ഇനി ഈ ക്യാബേജിൻ്റെ റീല് കണ്ടിട്ട് നിങ്ങൾക്കത് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവരല്ല ടെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഓൾറെഡി ടെസ്റ്റ് കഴിയാണ്. ഈ സാധനം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ യു ആർ ഇൻ സീരിയസ് ട്രബിൾ. കാരണം എന്താണോ മനുഷ്യന്മാർക്കൊന്നും ആൾക്കാരുടെ ഇമോഷൻസിനും ചിന്തകൾക്കും ഒന്നിനും ഇവിടെ വിലയില്ല. പേഴ്സണൽ ചിന്തകളും പേഴ്സണൽ തോട്ട്സും ഉള്ളവരൊക്കെ റെഡ് ഫോറസ്റ്റും ഈ വെകിളിത്തരമൊക്കെ കേൾക്കുന്ന വേട്ടാവളിയും വർത്താനം കേൾക്കുന്ന ആളുകളൊക്കെ ഭയങ്കര ഗ്രീൻ ഫോറസ്റ്റ് എന്നൊക്കെ എന്ന് സ്വയം ആവും പറഞ്ഞ് ആ റീൽ എൻ്റെ ഭാഗ്യത്തിന് ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ. ഇനി നിങ്ങൾക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്, പക്ഷെ പെൺകുട്ടിക്ക് നിങ്ങളെ വലിയ താല്പര്യമില്ല. അപ്പോൾ അവളെ വളയ്ക്കാൻ, സെറ്റ് ചെയ്യാൻ, കീഴ്പ്പെടുത്താൻ, ഇതൊക്കെയാണ് പുള്ളി യൂസ് ചെയ്യുന്ന വാക്കുകൾ. ഇതിനൊക്കെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്, അതിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമായി മിഥുനം സിനിമയിൽ തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറയുമ്പം ഇന്നസെന്റ് നിൽക്കണ ഒരു നിപ്പില്ലേ, ഇങ്ങനെ കൈയൊക്കെ കെട്ടിയിട്ട് അതുപോലെ നിൽക്കുക. ആ ആറ്റിറ്റ്യൂഡുള്ള ആമ്പിള്ളാരെയാണ് പെൺപിള്ളേർക്ക് ഇഷ്ടം. അതായത് ഭൂമി കുലുങ്ങുമെന്ന് പറഞ്ഞാലും ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുക. അപ്പോൾ പെൺപിള്ളേർ താനേ വീഴും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ. ആന കുത്താൻ വരുന്നുണ്ട് ഓടിക്കോ എന്ന് പറയുമ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരുത്തനെയാണ് പെൺപിള്ളേർക്ക് ഇഷ്ടം എന്ന്. എടാ, ആന കുത്താൻ വരുമ്പം ജീവനും കൊണ്ട് ഓടുന്നവരാണ് കോമൺ സെൻസ് ഉള്ളവർ, അല്ലാതെ ആന കുത്താൻ വരുമ്പം ഇന്നസെൻ്റ് റൂട്ട് നിൽക്കുന്നവരല്ല. അതിനകത്ത് പറയുന്നൊരു ഡയലോഗ് ഞാൻ പറഞ്ഞോട്ടെ, അളിയൻ ഇനി ഇൻസ്റ്റഗ്രാമിൽ ഇമാതിരി അലുവയും വാങ്ങിച്ചുകൊണ്ട് വരരുത് പ്ലീസ്. പിന്നെ ഇവൻ ആൺകുട്ടികളോട് പറയുന്നത്, നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇമോഷണലായിട്ട് ബിഹേവ് ചെയ്യരുത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വിഷമം വന്നു, ഇത് കേട്ട് പഠിച്ചാട്ടാ കിട്ടും നല്ലത്. അതായത് നിങ്ങൾക്കൊരു വിഷമം വന്നു, അപ്പോൾ നിങ്ങളൊരു പെൺകുട്ടിയുടെ മുൻപിൽ ആ വിഷമം എക്സ്പ്രസ് ചെയ്യരുത്, കരയരുത്, സങ്കടപ്പെട്ടിരിക്കരുത്, നിങ്ങൾക്ക് വിഷമമുണ്ടെന്നൊന്നും പറയരുത്. കാരണം അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആ പെൺകുട്ടി എന്താ വിചാരിക്കുന്നറിയോ, ഇവനൊരു കഴിവ് കേട്ടവനാണ്. അങ്ങനെ ഈ കഴിവ് കേട്ടവൻ പറഞ്ഞോ? അതുകൊണ്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യരുത് പെൺപിള്ളേരുടെ മുന്നിൽ എന്നാണ് പറയുന്നത്. നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക, അവരെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റുക എന്നൊക്കെ പറയുന്നത്. അതായത് വളരെ കൺട്രോൾഡ് ആയിട്ട് ഇമോഷൻസിനെ സ്വയം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രണ്ടാൾക്കാർ തമ്മിലുള്ള ഹെൽത്തി കോൺവെർസേഷൻസ് ഉണ്ടാവുക, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഈ കാംബോജി പറയുന്നത് അതൊക്കെ പ്രശ്നമാണെന്നാണ്. വാട്ട് കാംബോജി? പക്ഷേ ഇതിനകത്തൊരു വിറ്റുണ്ട്. ഈ നാട്ടുകാരെ മുഴുവൻ റിലേഷൻഷിപ്പ് കോച്ചാണ്, എങ്ങനെ പെൺപിള്ളേരെ വളയ്ക്കാന്നൊക്കെ പറയുന്ന ഇവൻ ഒരു റീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇവൻ്റെ അമ്മേനെ ഇവന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന്. എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, അവൾ ഞാൻ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരില്ല എന്ന് ഞാൻ എങ്ങനെ എൻ്റെ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കും? അമ്മേൻ്റെ കണ്ണിൽ മാത്രമാണ് ഞാൻ സുന്ദരനെന്നും അവളുടെ കണ്ണിൽ ഞാൻ അങ്ങനല്ല എന്നും എങ്ങനെ ഞാൻ അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കും? ആ 5 അടി 4 ഇഞ്ചുകാരിയുടെ മനസ്സിൽ ഞാനൊരു എലിജിബിൾ ബാച്ചിലർ അല്ല എന്ന് ഞാൻ എങ്ങനെ എൻ്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കും? എടാ, നിനക്ക് നിൻ്റെ അമ്മയെ പോലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പോരാത്തതിന് നിൻ്റെ മനസ്സിലുള്ള ഇഷ്ടം ആ 5 അടി നീ അളന്നോടാ ഇതിനിടയ്ക്ക്. എങ്ങനെ നിൻ്റെയൊക്കെ മുന്നിൽ ഒരു പെണ്ണ് വന്ന് നിൽക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിനക്ക് ആ പെണ്ണിൻ്റെ അടുത്ത് പോലും പോട്ടെ, നിനക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് മാന്യമായിട്ട് അവതരിപ്പിക്കാൻ നിനക്ക് പറ്റുന്നില്ല. ഇമാതിരി ഊള റീലൊക്കെയാണ് നീ എടുത്തിടുന്നത്. അവന് ഇഷ്ടം അവതരിപ്പിക്കല്ലോ, അവൻ വളയ്ക്കാനും സെറ്റ് ചെയ്യാനും. എടാ, നിനക്ക് പോലും ബേസിക്കായിട്ട് നിൻ്റെ ലൈഫിലെ റിലേഷൻഷിപ്സ് ഞാൻ നീ നിനക്കെന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഇറിറ്റേഷൻ ആയിരിക്കും. എനിക്ക് ഈ അദ്ദേഹമെന്നോ ഇദ്ദേഹമെന്നോ വേറെ ഒന്നും എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല. ഞാൻ എന്ത് ചെയ്യാൻ? നിങ്ങൾ എന്നോട് ക്ഷമിക്കണം പ്ലീസ്. അതുപോലും പറ്റുന്നില്ല. അതായത് സ്വന്തം അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ടായിട്ട് അവളുടെ നീളം വളർന്നുകൊണ്ട് ഇരിക്കുക അവിടെ, അല്ലേ അത് മാന്യമായിട്ടൊന്നും അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ആ നീയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന നാട്ടുകാർക്ക് മുഴുവൻ റിലേഷൻഷിപ്പ് അഡ്വൈസ് കൊടുക്കുന്നത്. ഈശ്വരാ, എൻ്റെ ഭഗവാനെ, ആ 5 അടി 4 ഇഞ്ചുകാരിക്ക് ബുദ്ധി കൊടുക്കണേ ദൈവമേ. ബുദ്ധി ഓൾറെഡി ഉള്ള കുട്ടിയായിരിക്കും, അതിനത് ഉപയോഗിക്കാൻ തോന്നണം. ഇതൊന്നും കണ്ട് വീഴല്ലേ ഭഗവാനെ. അല്ല, ശരിക്കേ അവന് ഒറ്റ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു അമ്മയുടെ അടുത്ത്, അപ്പൊ കൺവിൻസ് ആവുമായിരുന്നു. അമ്മ സത്യം അവള് മനസ്സിലാക്കി കഴിഞ്ഞു. ഇവനെന്തിനാ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്? ഇവൻ എന്താ പരിപാടി എന്നുള്ളത് ആ പെൺകുട്ടിക്ക് മനസ്സിലായി. അമ്മേ, അവൾ സത്യം മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളടാ. എൻ്റെ വീഡിയോസ് കണ്ടാൽ ഇനി നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരു ഇഷ്യൂസ് പോലും ആവില്ല. നിങ്ങളുടെ ലൈഫ് സെറ്റാവും, നിങ്ങളുടെ ലൈഫ് വേറെ ലെവലാവും. നീ അതിന് നിൻ്റെ ലൈഫ് സെറ്റാക്കാൻ നോക്ക്.
മിനിമം സ്വന്തം അമ്മയോടെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. നീന്താൻ അറിയാഞ്ഞിട്ടേ ടയറിൽ മറ്റേ ട്യൂബിൽ കാറ്റ് നിറച്ച് വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി വെള്ളത്തിൽ പൊക്കൊണ്ടിരിക്കുന്ന ഒരുത്തൻ ഈ വെള്ളത്തിൽ കിടന്ന് കരയിൽ നിൽക്കുന്ന നീന്തൽ അറിയാത്തവരോട് പറയാം ചാടിക്കോ ചാടിക്കോ ഞാൻ പഠിപ്പിച്ചു തരാം. ട്രൂ ലവ് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. നീ പഠിച്ചു വെക്ക്, നിനക്കിത് ജീവിതത്തിൽ ഉപകാരപ്പെടും. ഒരു പെണ്ണിനെ നിന്റെ അടുത്ത് ട്രൂ ലവ് ഉണ്ടെങ്കിൽ അവൾ നിനക്ക് വേണ്ടി ഡാൻസ് കളിക്കും, പാട്ട് പാടിത്തരും, ഫുഡ് തട്ടിപ്പറിക്കും, നിന്നെ കടിക്കും, ഒത്തിരി ചിരിക്കും, ഇടയ്ക്ക് കരയും, നിന്റെ പോക്കറ്റിൽ കയറിയിരുന്ന് ജീവിക്കും. അവളുടെ ഇന്നർ ചൈൽഡ് പുറത്ത് വന്ന് കുഞ്ഞു കൊച്ചിനെ പോലെ ബിഹേവ് ചെയ്യും. ഇവൻ വല്ല ഷിറ്റ്സു പട്ടിയുടെ കാര്യമാണോ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പാട്ട് അതെ, ഒരു പെൺകുട്ടി ട്രൂ ലവ് ഉണ്ടെങ്കിൽ നിനക്ക് നിന്റെ മുന്നിൽ ഡാൻസും കളിക്കും, അവള് പാട്ടും പാടിത്തരും. ചെമ്മീൻ ചോറ എന്ത് അല്ല, ശരിക്കും ഒരു പട്ടിയുടെയൊക്കെ സ്വഭാവമാണ്. പുള്ളി നല്ല സ്ത്രീകൾ, അതായത് ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന സ്ത്രീകൾ, അതായത് ഇവൻ്റെ റീല് കണ്ട് ഇഷ്ടപ്പെടും എന്ന് പറയുന്ന സ്ത്രീകളെ കുറിച്ച് ഞാൻ പറയുന്നത്, അവർ പൂച്ചക്കുഞ്ഞുങ്ങളെ പോലെയാണ് എന്നാണ് പറയുന്നത്. അതായത് മൃഗങ്ങളോട് ഉപമിക്കും. എന്നിട്ട് ഇവന് ഇഷ്ടമല്ലാത്ത പെമ്പിള്ളാരെ ഇവൻ വിളിക്കുന്നത് വെടി. ഐ എം സോറി, റിയലി സോറി, പക്ഷേ ഇതാണ് അവൻ്റെ പേജിൽ നടക്കുന്നത്. വെടി, യൂസ്ഡ് കാറ്, ഇതൊക്കെയാണ് ഈ വൃത്തികെട്ടവൻ, ഈ സാമൂഹ്യ ദ്രോഹി വിളിക്കുന്നത്. അതായത് നമ്മളങ്ങനെ പറയുന്നത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. അതായത് ഇവരുടെ റിലേഷൻഷിപ്പിൽ എന്താ സംഭവിച്ചതെന്നൊന്നും നമുക്കറിയില്ല. ഇവൻ പറയുന്നത് 3 സ്ത്രീകളുമായിട്ട് ഇവന് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ 3 സ്ത്രീകളും നാർസിസ്റ്റാണ് എന്നാണ് പറയുന്നത്. പ്രോപ്പറായിട്ട് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഒരു തേങ്ങയില്ലാത്ത ഇങ്ങനെ പറയാണ് ആ 3 സ്ത്രീകളും. പക്ഷേ ഇത്രയൊക്കെ കാണുമ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് എന്താ നടന്നതെന്നൊന്നും അറിയില്ല. ഇൻ കേസ് ആ പെൺകുട്ടികളുടെ ഭാഗത്തായിരുന്നു ശരിയെങ്കിൽ അവരവരുടെ ജീവിതത്തിൽ രക്ഷപ്പെട്ടു. അതായത് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ രക്ഷപ്പെടലൊന്നുമല്ല നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതുപോലൊരു ആളുടെ അടുത്തു നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു പോയി എന്ന് കരുതണം. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് ആൾക്കാരെ ആദ്യം മിസ്റ്റർ കാമ്പോജി പോയി ഹീലാവണം. ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഹീലാവാൻ നാട്ടുകാരെ പഠിപ്പിക്കാൻ നടക്കുന്ന ഈ കാമ്പോജി ഇതുവരെ ഹീലായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഓരോന്ന് പറയുമ്പോഴും അവൻ്റെ പുതിയ വണ്ടി എടുത്തപ്പോൾ പോലും പറയുന്നത് പഴയ എക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. നാട്ടുകാരെ പറ്റിച്ച് മിസ്റ്റർ കാമ്പോജി വണ്ടി എടുത്തതിന് അവരെന്ത് ചെയ്യണം? എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഒരു വണ്ടി കാണുമ്പോഴത്തേക്ക് പെമ്പിള്ള ഒയ്യോ അവനെ തന്നെ പ്രേമിച്ചാൽ മതിയായിരുന്നു എന്ന് കരുതും. ഒരിക്കലും ഇല്ല. നിന്റെ ഒരു റീല് കണ്ട് ആ പെങ്കുച്ച് വിചാരിക്കും കർത്താവിന് സ്തോത്രം എന്ന് വിചാരിക്കും. ഇത്രയും റീല് ഞാനിരുന്ന് കണ്ടു. എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ശരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ റീല് പ്ലേസ് ചെയ്യാത്തതിൻ്റെ കോപ്പിറൈറ്റ് വന്ന് നമുക്ക് ക്ലെയിം ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഞാൻ പ്ലേസ് ചെയ്യത്തില്ല. അതിൽ നിന്നുള്ള എത്രത്തോളം നന്നായിട്ട് ഇതിനെ പറയാമോ അങ്ങനെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. റീലൊക്കെ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥയെ പറ്റിയിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നിട്ട് ഒരു റീലിൽ, അതായത് ഞാൻ വിളിച്ചപ്പം എൻ്റെ കൈ പിടിച്ച് അറിയാത്ത ഒരുത്തൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് ഈ മനുഷ്യനൊരു റീലിൽ പറയാം കല്യാണം എന്ന് പറയുന്നത് പൊതു ശൗചാലയം പോലെയാണെന്ന്. അകത്തിരിക്കുന്നവർക്ക് പുറത്തിറങ്ങാൻ തോന്നും, പുറത്തിരിക്കുന്നവർക്ക് അകത്ത് കയറാൻ തോന്നുന്നു. അവരുടെ യൂണിവേഴ്സ്. ആ 3 പെൺപിള്ളേരുടെ അടുത്ത് അവനിത് ജോക്കായിട്ട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ ജോക്ക് കേട്ട് അവർ ഓടിക്കാണും. ചില പെൺകുട്ടികൾ നമുക്ക് അത്ര പെട്ടെന്ന് അവരെ വളയ്ക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതിന് ഒരു ഫ്രഷ് ഐഡിയ ചേട്ടൻ പറയുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉള്ള ഡേറ്റിന് കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷെ അവൾ അങ്ങനെ വളയുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അവളുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവൾക്ക് തന്നെ മെസ്സേജ് അയച്ചിട്ട് പറയണം എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന്. അപ്പോൾ ആ പെൺകുട്ടി വിചാരിക്കും അയ്യോ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇവനെ എനിക്ക് അയച്ചു, എന്നോട് എന്തോ സംസാരിക്കാനുണ്ട്. അപ്പോൾ എന്താണെന്നുള്ള ക്യൂരിയോസിറ്റിയിൽ അവൾ തിരിച്ച് മെസ്സേജ് അയക്കും എന്താ പറയൂന്ന്. അപ്പോൾ ഒരു 24 മണിക്കൂർ നിങ്ങൾ ഈ മെസ്സേജ് കണ്ടിട്ട് അവൾക്ക് റിപ്ലൈ കൊടുക്കരുത്. അപ്പോൾ 24 മണിക്കൂർ അവളിങ്ങനെ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കണം, ഇമാജിൻ ചെയ്യണം. അതാണ് അവളുടെ മനസ്സിലേക്ക് കയറാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. എന്നിട്ട് 24 മണിക്കൂർ കഴിയുമ്പോൾ അവൾക്ക് റിപ്ലൈ കൊടുക്കണം. എന്താണ്? ഈ ഇട്ട ഡ്രസ്സിട്ട് അടുത്ത ഞായറാഴ്ച എൻ്റെ കൂടെ ഒരു ഡേറ്റിന് വരുമോ? ഈ ഫേസ്ബുക്കിലൊക്കെ ഒരു കാട്ടുകോഴി യുഗം ഉണ്ടായിരുന്നു. കാട്ടുകോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി കാട്ടുകോഴി യുഗം. ആ യുഗത്തിൽ പോലും ആമ്പിള്ളേർ ഇറക്കിയ പെമ്പിള്ളേർ OMKV എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണല്ലോ ഇയാൾ ഇൻസ്റ്റാഗ്രാമിലിരുന്ന് തള്ളുന്നത്. ഈ റീലൊന്നും ഞാൻ കണ്ടില്ല. എൻ്റെ കാമ്പോജി, നീ എന്താ പെമ്പിള്ളാരെ കുറിച്ച് നീ ഇത്രയും നേരം ചോദിച്ചു? നീ എന്താ ആമ്പിള്ളാരെ കുറിച്ച് വിചാരിച്ചു? നീ എന്താ പെമ്പിള്ളാരെ കുറിച്ച് വിചാരിച്ചു വെച്ചേക്കുന്നത്? ഓൾഡ് യദൂല കോഴി അടുത്ത ഞായറാഴ്ച എൻ്റെ കൂടെ ഡേറ്റിന് വരുമ്പോൾ ഈ ഡ്രസ്സ് ഇടുമോന്ന്.
അതിനുള്ള മറുപടി നാഗച്ചേച്ചി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് പറയാൻ പുള്ളി പറ്റില്ല. പറയണേ നാഗച്ചേച്ചീനെ പോലെ ആകണം പെൺകുട്ടികളെന്ന്. നാഗച്ചേച്ചി നിന്നെ കാണാത്തത് നിന്റെ ഭാഗ്യാണെന്ന് മാത്രം നീ കരുതിക്കോ. കാരണം ഇങ്ങനെ ഈ പെൺകുട്ടികളുടെ ഉള്ളിൽ നിങ്ങളൊരു ത്വര വളർത്തണം. അപ്പം മാത്രമേ വളയാത്ത പെൺപിള്ളേർ വളയൂ. എന്നിട്ടൊരു ത്വരയാണ് മെയിൻ എന്ന്. ത്വരയല്ല മെയിൻ. ഈ കൊരയൊക്കെ ആണല്ലോ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. നിങ്ങളൊരു ഔട്ട്സൈഡറാണ്. നിങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് ട്രൂ ലവ് ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും ബ്ലോക്ക് ചെയ്യും, അൺബ്ലോക്ക് ചെയ്യും, ബ്ലോക്ക് ചെയ്യും, അൺബ്ലോക്ക് ചെയ്യും, ബ്ലോക്ക് ചെയ്യും, അൺബ്ലോക്ക് ചെയ്യും. എന്നിട്ട് തന്തയ്ക്ക് വിളിക്കും, തള്ളയ്ക്ക് വിളിക്കും, കുടുംബക്കാരെ മൊത്തം വിളിക്കും, പിന്നെയും ബ്ലോക്ക് ചെയ്യും, അൺബ്ലോക്ക് ചെയ്യും, ബ്ലോക്ക് ചെയ്യും, അൺബ്ലോക്ക് ചെയ്യും. ഇങ്ങനെയുള്ളവരുടേത്. എൻ്റെ പൊന്നു കുഞ്ഞ്, നീ ഈ റീലെല്ലായിരുന്നു കണ്ടോ? ഐ എം റിയലി സോറി. കുഴിമന്തി വാങ്ങിച്ചു തരാം. എന്താ ഇത്? എന്തൊരു ക്രൂരതയാണ് ഞാൻ കുട്ടിയോട് കാണിച്ചത്. ഇതാണ് ട്രൂ ലവ് എന്നാണ് പറയുന്നത്. തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുന്നത്. അതായത് നരസിംഹമൊക്കെ കഴിഞ്ഞു. അതൊക്കെ ഇപ്പോൾ ആൾക്കാർ എടുത്തിട്ട് ഉടുക്കാടോ. താൻ അവിടെ നിന്നൊന്ന് വാ. നരസിംഹത്തിനൊന്നും പറയരുത്, ഇത് അതിനും പഴയതാ. നരസിംഹമൊക്കെ ബെറ്റർ ആയിരുന്നു. തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് ബ്ലോക്ക് ചെയ്ത് അൺബ്ലോക്ക് ചെയ്യുന്നതാണ് ട്രൂ ലവ് എന്ന്. മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ചിട്ടും സെൽഫ് വർത്ത് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ചിട്ടും നിങ്ങളെ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കേണ്ടവർ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ സ്വന്തമായിട്ടും പഠിച്ചിട്ടില്ല. അതിൻ്റെ കുഴപ്പമാണ്. ഇനി നിങ്ങളോട് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് വഴികളുണ്ട്. ഒന്ന്, നിങ്ങളുടെ സ്റ്റോറി ഒരാൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോലെ സൗണ്ട് ഉണ്ടാക്കാം. ഫാ ഇത് എന്ത്? ഇനി സ്റ്റോറി കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്. എനിക്ക് പറയാനുള്ളത്, യദുകുല കാമ്പോജി ഫോളോ ചെയ്യുന്ന ആരെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒഴിഞ്ഞു പോകണം. ഞാൻ വല്ലപ്പോഴുമാണ് സോഷ്യൽ മീഡിയയിൽ കയറുന്നത്. ആ സമയത്ത് ഞാൻ ചിലപ്പോൾ ചില സ്റ്റോറിയൊക്കെ കണ്ടെന്നിരിക്കും. എനിക്ക് ആ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്തെന്നിരിക്കും. ദയവേത് എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണെന്ന് നിങ്ങൾ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ അത് ഈ അപ്പം പറയുന്ന പോലുള്ള ഇഷ്ടമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം പ്ലീസ്. അതേപോലെ നിങ്ങൾ പ്രേമിക്കുന്ന ആൾ നിങ്ങളുടെ ഒരു സ്റ്റോറി കണ്ടിട്ട് വീണ്ടും ബാക്കിയുള്ള, അതായത് ട്രെയിൻ പോലെ സ്റ്റോറി വരുള്ളൂ, നിങ്ങളുടെ ഒരു സ്റ്റോറി കണ്ട് ബാക്കിയുള്ള സ്റ്റോറി അയാൾ കാണുന്നില്ല എന്നാണെങ്കിൽ അയാൾക്ക് നിങ്ങളോട് താല്പര്യം ഇല്ല എന്നാണെന്ന്. ഇവന് ഇതുകുല കാമ്പോജി അല്ലേ? ഇതുകുല കൊല. ആൺകുട്ടികൾക്കുള്ള ഉപദേശമാണേ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചെകുത്താന് നേരിട്ട് വരാൻ സാധിച്ചില്ല എന്നാണെങ്കിൽ ചെകുത്താൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സെർട്ടൻ ക്യാരക്ടേഴ്സ് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള കുറച്ച് ആൾക്കാരായിരിക്കും. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ 5 അടി 7 ഇഞ്ചിൽ താഴെ പൊക്കം, ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, OCD, സ്റ്റൊമക്ക് ഇഷ്യൂസ്. അവരുടെ പേരിൽ എന്തായാലും ഒരു എയോ ഇയോ കാണും. ഇനി എയോ ഇയോ ഒരുമിച്ച് തീർന്നാൽ സൂപ്പർ എന്നാണ് പറയുന്നത്. ഈ 5 അടി 7 ഇഞ്ചിൽ താഴെ പൊക്കമുള്ള ചെകുത്താൻ എന്താ അളന്നയക്കുന്ന? നിന്റെ പരിപാടിയാണ് നാട്ടിലുള്ള പെമ്പിളാരുടെയൊക്കെ നീളവും ഇതൊക്കെ ഇരുന്ന് അളക്കുക എന്നുള്ളത്. അതുപോലല്ല, ചെകുത്താൻ നിന്നെക്കാട്ടി ഡീസെൻ്റ് ആണ്. അതെ, ചെകുത്താൻ നിന്നെക്കാട്ടി ഡീസെൻ്റ് ആണ്. അതുകൊണ്ട് ചെകുത്താൻ അളന്നൊന്നും വിടത്തില്ല. 5 അടി 7 ഇഞ്ചിൽ താഴെ പൊക്കമുള്ള ഒരു പെണ്ണ് വരുമെന്ന്. അവൾക്ക് OCD ഒക്കെ ഉള്ള, നീ എന്താ OCD ഒക്കെ ഉള്ള പെൺപിള്ളേരെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ആങ്സൈറ്റി ഉള്ള പെൺകുട്ടികളെ കുറിച്ച് നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്നിട്ട് ഈ കാമ്പോജി പറയുന്ന അവൻ റിലേഷൻഷിപ്പ് എക്സ്പെർട്ടാണെന്ന്. ബേസിക് ആയിട്ടുള്ള വിവരം പോലും ഇല്ലാത്ത, അടിസ്ഥാന ബോധം പോലും ഇല്ലാത്ത ഒരു കാമ്പോ. അയ്യോ, കുറേ ഉണ്ട്. പറ്റുന്നത്ര എളുപ്പത്തിൽ പറഞ്ഞു ചേർക്കാൻ ശ്രമിക്കാം. അന്ന് മറ്റേ സാധനം വാങ്ങിച്ചു തരാം. എനിക്ക് ഹണിക്കോമ്പ് ചിക്കനും പിന്നെ മറ്റേ ഞാനിത് വെറുത്ത്. ഇനി നൂൽ പൊറോട്ട നൂൽ പൊറോട്ട എന്നൊക്കെ ഞാൻ എങ്ങനെ പറയും? ഞാൻ ഇതുപോലെ നൂൽ പൊറോട്ട ബാജി. അയ്യോ, പറഞ്ഞത് 2011 തൊട്ട് 2021 വരെയുള്ള 11 വർഷം 3 നാസിസ്റ്റുകളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് അവരിൽ നിന്ന് മൂറ്റിയെടുത്ത എക്സ്പീരിയൻസ്, അതാണ് ഞാൻ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇവന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അല്ല, 3 പേരിൽ നിന്ന് കട്ടയ്ക്ക് നിന്ന് അവൻ എക്സ്പീരിയൻസ് ഊറ്റിയെടുക്കുകയായിരുന്നു. സോ ഹി വാസ് നോട്ട് ഹേർട്ടിംഗ് എന്നാണ് അവൻ തന്നെ പറയുന്നത്. പിന്നെ ഒരു പെൺകുട്ടി മിനിമം ഒരു ദിവസം മിനിമം 2 തവണയെങ്കിലും അവളുടെ സൈക്കോ സൈഡ് നിന്നോട് കാണിച്ചിട്ടില്ലെങ്കിൽ ആൺകുട്ടികൾ ഇങ്ങനെ അളക്കണം. 1 കാണിച്ചു, ഭാഗ്യം. 2 കാണിച്ചു, ഇന്ന് ദിവസം അവൾ 2 തവണ അവളുടെ സൈക്കോ സൈഡ് കാണിച്ചു, അതുകൊണ്ട് അവൾ ട്രൂ ലവ് ആണ്. മെന്റലി അൺസ്റ്റേബിൾ ആവുന്നത് ട്രൂ ലവ് ഉള്ളതുകൊണ്ടാണ്. പൊളിറ്റിക്സും കറന്റ് അഫയേഴ്സും ഒന്നും പറഞ്ഞ് പെമ്പിളരെ വെറുപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ എന്ത് വെറുപ്പിക്കണേ? അതല്ല, ഇവന്റെ ഈ റീലൊക്കെ കണ്ടിട്ട് ഇവന് മെസ്സേജ് അയക്കുന്ന 4-3-7 പെൺകുട്ടികൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഇവരാരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് വെച്ച് പെണ്ണുങ്ങളെ മുഴുവൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചിരിക്കുകയായിരിക്കും. അത് ഇത്രയൊക്കെ ഇങ്ങനെ നിങ്ങളെ 24 മണിക്കൂറും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ മനസ്സമാധാനത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും യാതൊരു ഇമ്പോർട്ടൻസും തരാത്തൊരു പെൺകുട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവളുടെ അപ്പൻ്റെ അടുത്ത് പോയി പെണ്ണി ചോദിക്കുക. എന്നിട്ട് ഇവന് കെട്ടിച്ചു കൊടുക്കും, അനുഭവിക്കട്ടെ. എന്തും ഡിസ്കസ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ്, അതാണ് ഞാൻ. കാരണം എന്തും പറയാലോ. നീ എന്നെ ബ്ലോക്ക് ചെയ്തത് നിനക്ക് നന്നായിട്ടാ.
മറ്റേ നമുക്ക് കാലിയായിട്ടുള്ള ഒരു കുടത്തിനകത്തേക്ക് എന്ത് വേണേലും പറയാമല്ലോ, നല്ല എക്കോ ഉണ്ടാവില്ലേ, അതുപോലെ. എന്നിട്ട് ഒരു പയ്യൻ ഇവൻ അയച്ചു എന്ന് പറഞ്ഞ് ഇവൻ തന്നെ വായിക്കുന്ന മെസ്സേജാണ്, ഇവൻ തന്നെ അയച്ചതായിരിക്കും. 2 തവണ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ടും എൻ്റെ ഗേൾ ഫ്രണ്ട് പ്രഗ്നൻ്റ് ആയി ബ്രോ. 2 തവണ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ട്, അതായത് 2 തവണ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ട് 1 തവണ പ്രഗ്നന്റ് ആയി? 2 തവണയും പ്രഗ്നൻ്റ് ആയത്. പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഗേൾ ഫ്രണ്ട് 2 തവണ പ്രഗ്നൻ്റ് ആയി. ഓക്കെ. അപ്പം നമ്മൾ സാധാരണ എന്താ പറയുക, സൂക്ഷിക്കണം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം കാര്യങ്ങൾ. ഇപ്പം അതായത് ഗേൾ ഫ്രണ്ട് എന്നാ പറഞ്ഞത്, വൈഫ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം കൂടി, പ്രൊട്ടക്ഷൻ യൂസ് ചെയ്ത് പ്രോപ്പർ ആണോ എന്നുള്ള കാര്യം ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഗൈനക്കിനെ കാണാം, അല്ലാതെ മറ്റു ഫിസിഷ്യനെ കാണാം, ഈ കാര്യം എങ്ങനെയാണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം. അതെ, കാരണം ഒരു കോണ്ടം കമ്പനിയും എൻ്റെ ഇതിൽ 100% പറയുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവരൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. അതിപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും നമ്മളുടെ അടുത്ത് പറയും, പ്രിക്കോഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ദർ ഈസ് ചാൻസസ്, അത് ഏത് തരത്തിലുള്ള പ്രിക്കോഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ചാൻസസ് ഉണ്ട് എന്ന് പറയും. പക്ഷെ ഇവൻ അതല്ല പറയുന്നത്. ഇവൻ എന്താ പറയുന്നതെന്നറിയോ? നീ ഹെൽമെറ്റ് വെച്ച് ഓടിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ബൈക്ക് നീ കാണാത്തപ്പം വേറെ ആരോ കള്ളത്താക്കോലിട്ട് രഹസ്യമായി നീ അറിയാതെ എടുത്ത് ഓടിക്കുന്നുണ്ട്. ആ ബൈക്ക് നീ അവനെങ്ങനെ രജിസ്റ്റർ ചെയ്ത് കൊട്. എടാ, നീ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ കാമ്പോജിയോട് ചോദിച്ചതാണ്. അല്ല, ഈ പയ്യനോട് കാമ്പോജി ചോദിക്കുക. പക്ഷെ നീ എന്താ വിചാരിച്ച് വെച്ചേക്കുന്നത്? പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ടും ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും, എനിക്ക് വേറെ പലതും പറയണമെന്നുണ്ട്, പക്ഷേ നിന്നോടുള്ളത് വേറെ ആരോടും തീർക്കരുതല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ ആ വഴിക്ക് പോകുന്നില്ല. നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എല്ലാരെ കുറിച്ചിട്ടും? എല്ലാരും നിന്റെ കൂട്ടല്ല, അത് നീ മനസ്സിലാക്ക്. ആ പയ്യൻ, ഇത് ശരിക്കും ഒരു പയ്യൻ അയച്ച മെസ്സേജ് ആണെങ്കിൽ അവന്റെ ഗേൾ ഫ്രണ്ടിനോട് അവൻ എന്താണെങ്കിലും അവൻ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതിന് വരും ഈ വക മരപ്പാഴുകളുടെ അടുത്താണല്ലോ മെസ്സേജ് അയച്ച് ചോദിക്കുന്നതെന്നാ അതിന് അയച്ചവനെ ആദ്യം പറയണം. നീ എന്താ വിചാരിച്ചു വെച്ചേക്കുന്നേ പെണ്ണുങ്ങളെക്കുറിച്ച്, ആണുങ്ങളെക്കുറിച്ച്? നീ മനുഷ്യരെക്കുറിച്ച് എന്താടാ വിചാരിച്ചു വെച്ചേക്കുന്നേ? ഒരാളൊരു റിയൽ ഇഷ്യൂ പറയുമ്പോൾ അവൻ്റെ കഴിവുകേടാണ്, വേറെ ആരോ ഉണ്ട്, അതിൻ്റെ അകത്തൊരു ജാരബന്ധം, ഇങ്ങനെയുള്ള ഈ കാമ്പോജിയെ പോലെയുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കുറേ സ്ത്രീകൾ കുറേ കാലം ഈ വെള്ളം അടിച്ച് വരുന്ന ഭർത്താവിൻ്റെ വായിന്ന് നീ അവൻ്റെ കൂടെ പോയിട്ട് 4 2 എൻ്റെ അല്ല എന്ന് പറയുന്ന ഡയലോഗ് കേൾക്കേണ്ടി വന്നു. ഈ കാമ്പോജിയുടെ ഈ സ്ട്രീമിൽ വരുന്ന ആൾക്കാർ വേറെ ഉണ്ടായിരുന്നുണ്ടോ? അന്ന് അവർ കള്ളൂടി സദസ്സിൽ അച്ചാറ് നക്കി, വല്ലവൻ്റെ കാശിന് അച്ചാറ് നക്കി ഇരുന്നിട്ട് ഈ വൃത്തികേട് പറഞ്ഞു. ഇപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചാൽ അവൾ ഉടനെ റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് ട്രൂ ലവ് അല്ല. അതായത് കുറേ വളരെ മോശമായിട്ടുള്ള ട്രെയ്റ്റ്സ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഒരു മെസ്സേജിന് പെട്ടെന്ന് റിപ്ലൈ ചെയ്തില്ലെങ്കിൽ നേരെ പോയി ദേഷ്യപ്പെടുക, നിനക്ക് എന്നോട് പ്രേമമില്ല എന്ന് പറയുക, സ്നേഹമില്ല എന്ന് പറയാതെ സാഹചര്യം മനസ്സിലാക്കാതെ നേരെ പോയിട്ട് ബ്ലെയിം ചെയ്യുക. അതായത് ഇതൊക്കെ വീണ്ടും 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 ചെയ്യൂ. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്. നിങ്ങൾ നിങ്ങളുടെ കൂടെ നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളോടൊപ്പം പാർട്ട്ണറായി ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ മാക്സിമം ദ്രോഹിക്കൂ. അതാണ് ട്രൂ ലവ് എന്ന് ആണിനോടും പെണ്ണിനോടും ഇവൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് മാറി മാറി. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പോലെ ഈ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും റെഗുലേറ്റഡ് അല്ല. എനിക്ക് സങ്കടം തോന്നുന്നു. ഇവനെയൊക്കെ പിടിച്ച് ഇവൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ പിടിച്ച് ഇവനെ റദ്ദ് ചെയ്ത് വിടണം. ഇത്രയും സാമൂഹ്യദ്രോഹം ചെയ്യുന്ന മനുഷ്യന്മാരെയൊക്കെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യാനാ? അതും ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട്. എടാ ആൽബർട്ടെ, നിന്നെ കൊണ്ട് ഈ പണി പറ്റൂല, നീ പോരാ, ഇത് ചെയ്യാനുള്ള ആളില്ല, നിനക്ക് വിവരമില്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആൻഡ് എൻ്റെ പൊന്നനിയന്മാരെ അനിയത്തിമാരെ എവൻ്റെ ഒന്നും പുറകെ പോവല്ലേ പ്ലീസ്. ഇതൊന്നും കേട്ട് വിശ്വസിക്കല്ലേ. അതായത് രാവിലെ നിങ്ങൾക്ക് ഡെയിലി ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്ന, അതായത് നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ നിങ്ങൾ അയാളുടെ ഗുഡ് മോർണിംഗ് മെസ്സേജ് കണ്ടുകൊണ്ടായിരിക്കണം എഴുന്നേക്കുന്നത്. അങ്ങനെ ഒരാൾ മാത്രമാണ് നിങ്ങൾ ഫുള്ളി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ളതെന്ന്. അങ്ങനെയാണെങ്കിൽ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും കുടുംബത്തിലൊരു ഒരു അമ്മാവൻ കാണും രാവിലെ എഴുന്നേറ്റിട്ട് ഗുഡ് മോർണിംഗ് ഹായ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത്. അവർക്ക് ഓരോ ഐ ലവ് യു വെച്ച് അയക്കും. അതെ, അവർ മാത്രം അവർ നമ്മുടെ ലൈഫിൽ ഇൻവെസ്റ്റഡാണ്, പക്ഷെ വേറെ രീതിയിലാണെന്നേ ഉള്ളൂ. ഞാൻ ആലോചിക്കുന്നത് എന്തൊക്കെയാ സംഭവിക്കുന്നത്. ആൽബർട്ട് ഇതാണ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ 11 വർഷമായി. എടോ പോയി ഒബ്സഷൻ സിനിമയെങ്കിലും കാണടോ. ബുദ്ധിയില്ല, മനസ്സിലായി, വിദ്യാഭ്യാസത്തിന്റെ കാര്യം തീരുമാനമായി, കുറച്ച് സിനിമയെങ്കിലും കാണും. പിന്നെ ഹോട്ട് ഗേൾസ് എന്ന് പറഞ്ഞാൽ BMW കാർ പോലെയാണ് അത്രേ, ഭയങ്കര മെയിൻ്റനൻസ് ആയിരിക്കും. നിന്റെ റീലും കണ്ടുകൊണ്ടിരിക്കുന്ന പെമ്പിള്ളാർ റൂട്ടല്ല നാട്ടിലുള്ള പെമ്പിള്ളാർ. അവരൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണ്, സ്വന്തം കാര്യം നോക്കാൻ അറിയാം. അല്ലാതെ അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേറൊരാളുടെ ആവശ്യമോ നിന്നെ പോലുള്ളൊരുത്തിൻ്റെ ഉപദേശമോ അവർക്ക് ആവശ്യമില്ല. ഹോട്ട് ഗേൾസ് BMW കാർ പോലെയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ലെവൽ ഡൗൺ ചെയ്ത് നിങ്ങളൊരു സാധാ കാർ എടുക്കേണ്ടി വരുമെന്ന്. പെണ്ണ് കാറിൻ്റെ കൂട്ടാണെന്ന് നിൻ്റെ അടുത്ത് ആരാടാ പറഞ്ഞേ? പിന്നെ ആമ്പിള്ളേർക്കും പഠിപ്പിച്ചു കൊടുക്കാണല്ലോ. നിനക്കൊരു നല്ല പെണ്ണിനെ വേണമെങ്കിൽ നീ ചിലവിന് കൊടുക്കാൻ റെഡി ആവണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവനവൻ്റെ ജീവിതം നോക്കുക, പ്രോപ്പറായിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ മറ്റേ മെയിൻ്റനൻസ് കൊടുത്താൽ മാത്രം കൂടെ നിൽക്കുന്ന, അതിനൊന്നും വേണ്ടിയിട്ട് ജീവിക്കുക. ഈ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാം ഭയങ്കര ദുരന്താവസ്ഥ. പിന്നെ പെണ്ണ് പൂച്ചയുടെ കൂട്ടാണ്, കാരണം പെണ്ണിനും പൂച്ചയ്ക്ക് OCD ഉണ്ടെന്ന്. ഇത്
പൂച്ചയുടെ OCD. ഇനി നിങ്ങൾക്കൊരു പെൺകുട്ടിയെ പ്രേമിക്കണം, നിങ്ങൾ തേക്കില്ല എന്ന് ഉറപ്പുള്ളൊരു പെൺകുട്ടിയെ, നിങ്ങളെ ചതിക്കില്ല വഞ്ചിക്കില്ല എന്ന് ഉറപ്പുള്ളൊരു പെൺകുട്ടിയെ നിങ്ങൾക്ക് പ്രേമിക്കണം എന്ന് വെച്ചോ, അപ്പോൾ നിങ്ങൾ ഉറക്കം തൂങ്ങിയുള്ളൊരു പെൺകുട്ടിയെ പ്രേമിക്കുക. കാരണം ജീവിതത്തിൻ്റെ ഭൂരിഭാഗം അവൾ ഉറങ്ങി തീർക്കും, ബാക്കിയുള്ള സമയം റീല് കാണും, ഫുഡ് കഴിക്കും, പിന്നെയും കിടന്നുറങ്ങും. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങളോട് പോലും നേരെ സംസാരിക്കാനുള്ളൊരു സ്പേസ് അവൾക്ക് കിട്ടില്ല. അവൾ എങ്ങനെ വേറൊരാളെ പ്രേമിച്ച് നിങ്ങളെ ചീറ്റ് ചെയ്യും? അവൾക്ക് സമയം കിട്ടിയാൽ അവൾ ചീറ്റ്. ഉറക്കം തൂങ്ങിയ ഒരു പെണ്ണിൻ്റെ അവസ്ഥ അവൾ റീൽ കാണുമ്പോൾ നിന്റെ റീല് കാണല്ലേന. ദുസ്വപ്നം കാണും അവൾ ഉറക്കത്തിൽ എല്ലാ ദിവസവും. ഇന്ന് ഞാൻ എന്തൊക്കെ സ്വപ്നം കാണുമെന്ന് എനിക്ക് തന്നെ അറിയില്ല, നിന്നെയാണല്ലോ കണ്ടത്. ഇനി പെണ്ണ് വളയുന്നില്ലേ? വളയ്ക്കാം. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. പെണ്ണിന് വെറും വയറ്റിൽ 100 ഗ്രാം സ്നാക്സ് കൊടുക്കുക, പെറോട്ട ഷവായ് മയണേഴ്സ് അണ്ണാക്കിൽ തള്ളിക്കൊടുക്കുക, ലെമൺ ടീ വാങ്ങിക്കൊടുക്കുക. നീ ലെമൺ ടീനെ എന്താടാ വിചാരിച്ചു വെച്ചേക്കണേ? ലെമൺ ടീ എങ്ങനെ ഇത് അറിഞ്ഞോണ്ടല്ലോ. അവന്റെ വീടിന്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏതോ ഒരു മന്തിക്കടയോ ഒരു ഷവായി കട ഉണ്ട്, അവിടെ പൊറോട്ട ഉണ്ട്, പിന്നെന്താ ഹണി ചിക്കൻ ഷവായി ഉണ്ട്, നൂൽ പൊറോട്ട ഉണ്ട്. പെണ്ണിനെ വളയ്ക്കാൻ അവൾക്ക് വെറും വയറ്റിൽ 100 ഗ്രാം സ്നാക്സ് കൊടുക്കുക. പെറോട്ട ഷവായ് മയണേഴ്സ് ഇതൊക്കെ അണ്ണാക്കിൽ തള്ളി കൊടുക്കുക. അവൾ എടുത്ത് കഴിക്കില്ല, നിങ്ങൾ അണ്ണാക്കി തള്ളി കൊടുക്കണം. നിന്റെ അണ്ണാക്കിൽ വല്ലതും എടുത്ത് വെച്ചാൽ അതങ്ങ് അടച്ച് വെച്ചാൽ അടഞ്ഞിരിക്കുമല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആണിന് പെണ്ണിനെ കിട്ടാൻ ഫ്രണ്ടായിരിക്കുക, സോൾമേറ്റ് ആയിരിക്കുക, ലവറായിരിക്കുക, കാണാൻ നല്ല സ്റ്റൈലായിരിക്കുക, നല്ല ബോഡി വേണം, നല്ല ജോലി വേണം, നല്ല വീട് വേണം, സ്വന്തമായിട്ട് SUV വേണം, കുക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, ഇലക്ട്രീഷ്യൻ ആവുക, പ്ലംബർ ആവുക, മെക്കാനിക് ആവുക, സയൻറ്റിസ്റ്റ് ആവുക, ഡ്രൈവർ ആവുക. നീ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ ഇല്ലേ, അതല്ല പെണ്ണ് കിട്ടാൻ ചെയ്യേണ്ടത്. അയ്യോ, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, വയറിങ്, പിസ്സ ഡെലിവറി ബോയ്, എന്ത് സയന്റിസ്റ്റ്, ഡ്രൈവർ കഴിഞ്ഞിട്ടില്ല, ഞാൻ പറയട്ടെ. ഇലക്ട്രീഷ്യൻ ആവുക, പ്ലംബർ ആവാം, മെക്കാനിക് ആവുക, സയന്റിസ്റ്റ് ആവുക, ഡ്രൈവർ ആവുക, കോസ്റ്റ്യൂം ഡിസൈനർ ആവുക, സൈക്കോളജിസ്റ്റ് ആവുക, സൈക്കാട്രിസ്റ്റ് ആവുക, നേഴ്സ് ആവുക. സയന്റിസ്റ്റിന്റെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് മറ്റേ ചോട്ടാ മുംബൈയിൽ, എടാ നീ സയന്റിസ്റ്റ് ആണ്, നീ അങ്ങനത്തെ സിനിമകളും ഈ ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണുന്നതിന് പകരം കുറച്ച് ജീവിതത്തിലേക്ക് വാ. പാറ്റയും പല്ലിയെയും ഓടിച്ചിട്ട് പിടിക്കാൻ എക്സ്പേർട്ട് ആവുക, 4 പേര് ഒന്നിച്ച് വന്നാലും ഇടിച്ചിടുക, ലിസണർ ആവുക, സോഫ്റ്റ് ആവുക, സ്മാർട്ട് ആവുക, കൊമേഡിയൻ ആവുക, ഫാദർ ആവുക, ദേഷ്യപ്പെടരുത്, ടെൻഷൻ കൊടുക്കരുത്, മറ്റൊരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കരുത്, ഫുൾ അറ്റൻഷൻ അവൾക്ക് മാത്രം കൊടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക, കാറിൻ്റെ ഡോർ തുറന്നു കൊടുക്കുക, ടോയ്ലറ്റിൻ്റെ സീറ്റ് പൊക്കി വെക്കുക. ആൺകുട്ടികളെ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്താ, നിങ്ങളിത് പെൺകുട്ടികളാണ് കാണുന്നതെങ്കിൽ ദയവ് ഇത് നിങ്ങളുടെ വീട്ടിലെ ആൺകുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് എനിക്ക് അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി സത്യം എനിക്ക് ആകാംക്ഷയുണ്ട് സത്യമായിട്ടും. നമുക്ക് ഒരുപാട് ഫീമെയിൽ കമന്റ്സ് ആണ്. നാട്ടിലെ ആമ്പിളർക്കൊന്നും വേറെ ഒരു പണിയില്ലല്ലോ. പ്ലംബർ, ഇലക്ട്രീഷ്യൻ ഇനി ആണുങ്ങൾക്കുള്ള 2 ഉപദേശങ്ങളാണ്. അതായത് നിങ്ങൾ ഒരു പെൺകുട്ടിക്ക് ഒരു ഉമ്മ വേണം എന്ന് വെച്ചോ നിങ്ങളുടെ അടുത്ത് വന്ന്, അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നിന്റെ കൈ കടിച്ചു പറിക്കും. ഇല്ല കൈ കടിച്ചു പറിക്കും. ഇനി നീ അവളെ കൊഞ്ചിക്കണം എന്നാണെങ്കിൽ അവൾ നിന്റെ മുഖം നോക്കി ഇടിച്ചു പരത്തും. അപ്പൊ മുഖം നോക്കി ഇടിച്ചു പരത്തി കഴിയുമ്പോൾ നീ വിചാരിക്കണം അവളെ കൊഞ്ചിക്കാനാണ് എന്ന് പറയുന്ന സാധനം. നീ അവളെ കൊഞ്ചിക്കണം മുഖം നോക്കി ഇടിച്ചു പരത്തി കഴിഞ്ഞ്. Of course, I enjoyed it. കാരണം എൻജോയ് ചെയ്തില്ലെങ്കിൽ ഞാൻ റെഡ് ഫോറസ്റ്റ് ആണെന്ന് തെറാപ്പി ഞാൻ വേറെ ബുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗേൾസ്, നിങ്ങൾക്ക് ഉമ്മ വേണമെങ്കിൽ ഉമ്മ വേണമെന്ന് പറയാൻ നല്ല രസമാണ്. അങ്ങനെ ചോദിച്ചു വാങ്ങിക്കുമ്പോൾ ഉമ്മയായിട്ട് കിട്ടും, അല്ലാതെ കുറെ തൊലി കളയേണ്ട കാര്യമില്ലല്ലോ. ഇനി വൈഫ് മെറ്റീരിയൽ ആയിട്ടുള്ള സ്ത്രീകളുടെ കുറച്ച് ലക്ഷണങ്ങളുണ്ട്. 1, അവർ നൈറ്റ് പാർട്ടിക്ക് പോകില്ല. ഇനി പോയാലും ആ രാത്രി നിങ്ങളെ ഫോൺ ചെയ്യും. മോഡേൺ ഡ്രസ്സ് ഇട്ട് അവർ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടില്ല. അതേപോലെ തന്നെ അവൾ ഒരു ഡ്രസ്സ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഫോട്ടോ അയച്ചു തന്നു, അതേ ഫോട്ടോ അവൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യില്ല, കാരണം നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആണത്രേ. ഇങ്ങനെയൊക്കെ സ്വഭാവമുള്ള ആൾക്കാർ വൈഫ് മെറ്റീരിയലാണ്. ഇനി ഇതെനിക്ക് ഒന്നിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല, ഇതിൻ്റെ തീരെ മനസ്സിലായിട്ടില്ല. ഒരു പെണ്ണിനെ അട്രാക്ട് ചെയ്യാൻ ആൺകുട്ടികൾ ഓവർ ലൂസായിട്ടുള്ളതും ഓവർ ടൈറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കാതിരിക്കുക. നീ എന്തിനാണ് ഈ ലൂസ് ഷർട്ടൊക്കെ വന്നിട്ടിരിക്കണത്? ഒരു പെൺകുട്ടീനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ലൂസായിട്ടുള്ള വസ്ത്രം ധരിക്കരുത്, ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കരുത്. പിന്നെ എന്ത് തുണിയില്ലാതെ വരുമോ? വേറൊരു കാര്യമുണ്ട്. അതായത് പുള്ളി പറയുന്നത്, നിങ്ങളൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ സെയിം പ്രായത്തിലുള്ള പാർട്ട്ണറെ തിരഞ്ഞെടുക്കരുത്. കാരണം നിങ്ങളുടെയും അവരും ചിന്തിക്കുന്നത് ഒരേപോലെ ആയിരിക്കും.
അപ്പോൾ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ നിങ്ങൾ ഒരേ ഫിനാൻഷ്യൽ കണ്ടീഷനിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഫിനാൻഷ്യലി നിങ്ങൾ സെറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ കരുതും നിങ്ങളെക്കാട്ടിൽ പ്രായമുള്ള ആളെ തിരഞ്ഞെടുക്കാമോ? അത് പാടില്ല. കാരണം അവർ ഇമോഷണലി ഭയങ്കര മുന്നോട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. അവർ കുറേ നിങ്ങളെക്കാട്ടിൽ ജീവിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് അവർക്ക് കുറേ റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അത് നിങ്ങളെക്കാട്ടിൽ പ്രായം കൂടുതലുള്ള ആളെ തിരഞ്ഞെടുക്കേണ്ട. എന്നാൽ പ്രായം കുറവുള്ള ആളെ തിരഞ്ഞെടുക്കാമോ? ഇല്ലില്ല, അവർ നിങ്ങളുടെ അത്ര ഇമോഷണലി മെച്ചുവേർഡ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കരുതെന്ന്. അതായത് സമപ്രായക്കാരെ തിരഞ്ഞെടുക്കരുത്, പ്രായം കൂടുതലുള്ളവരെ തിരഞ്ഞെടുക്കരുത്, പ്രായം കുറഞ്ഞവരെ തിരഞ്ഞെടുക്കരുത്. കാമ്പോജിനെ തിരഞ്ഞെടുക്കാം. ഒരിക്കലും ഇല്ലെങ്കിൽ ഇല്ലാന്നേ ഉള്ളൂ. ഇമാതിരി ബണ്ണും പാലും ഒന്ന് ജീവിതത്തിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വരുത്തരുത്. ഇത് തീരണില്ലല്ലോ. പെൺകുട്ടികൾക്ക് നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നണമെന്നുണ്ടെങ്കിൽ, പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോട് അട്രാക്ഷൻ യാ, അതായത് ആർക്കും വേണ്ടാത്ത എടുക്കാച്ചരക്കായിട്ട് ഇരിക്കാതിരിക്കുക. അങ്ങനെ ആകുമ്പോൾ അവൾക്ക് നിന്നെ വേണ്ട. പെൺകുട്ടികളുടെ മുന്നിൽ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നണമെന്നുണ്ടെങ്കിൽ ആർക്കും വേണ്ടാത്ത എടുക്കാച്ചരക്കായിട്ട് ഇരിക്കാതിരിക്കുക. ആൺകുട്ടികളോടാണ്. ആൺകുട്ടികൾ ആർക്കും വേണ്ടാത്ത എടുക്കാച്ചരക്കായിട്ട് ഇരിക്കാതിരിക്കുക. അപ്പോൾ പെൺകുട്ടികൾക്ക് അതായത് ഇതുവരെ ആരും പ്രേമിച്ചിട്ടില്ലാത്തൊരു ആൺകുട്ടിയാണെങ്കിൽ അവൾ പ്രേമിക്കില്ല അത്രേ. കാരണം അവൻ എടുക്കാച്ചരക്കാണത്രേ. ഒരാണിനെയാണോ നീ എടുക്കാച്ചരക്കെന്നൊക്കെ വിളിക്കുന്നത്? പെണ്ണിനെ വേറെ എന്തൊക്കെയോ പറഞ്ഞു വിളിക്കുന്നു, ആണിനെ ചരക്കെന്ന് വിളിക്കുന്നു. പെണ്ണിൻ്റെ ബ്രെയിൻ ഓഫ് ചെയ്താൽ അവൾ നിനക്ക് വളഞ്ഞിരിക്കും. അതായത് നിനക്കൊരു പെണ്ണിനെ വളയ്ക്കണമെങ്കിൽ അവളുടെ ബ്രെയിൻ ഓഫ് ചെയ്യണം. അതായത് എത്ര കുറച്ച് ചിന്തിക്കുന്നു അത്രയും ഫെമിനൈൻ എനർജി അവളിൽ നിറയും. അവൾക്ക് ചിന്തിക്കാൻ സമയം കൊടുക്കരുത്. മിസ്റ്റർ കാമ്പോജി ഒരു ഇല്ലത്തിൻ്റെ ഫ്രണ്ടിലിരിക്കുകയാണ്. മറ്റേ ചാരുകസേരയിൽ കാലൊക്കെ കയറ്റി വെച്ച് കയ്യിലൊരു കുപ്പി മറ്റേ സുരപാനം ഒക്കെ ഇട്ട് അണ്ണനിരിക്കുക. അതേ പെണ്ണുങ്ങളായാലും ഇങ്ങനെ വേണം, ആണുങ്ങളായാലും ഇങ്ങനെ വേണം, ഇതാണ് വേണ്ടത്, ഞാൻ പറഞ്ഞുതരും എന്ന് പറയുന്ന ആ സാധനം. പിന്നെ മുമ്പേ 5 അടി 7 ഇഞ്ച് എന്ന് പറഞ്ഞവൻ ഇപ്പം 5 അടി 6 ഇഞ്ച്. നീ അളന്നത് തെറ്റിയിട്ട് നീ രണ്ടാമത് പോയി അളന്നോന്ന് അറിയില്ല. വേറൊരു റീലിൽ ഇവൻ പറയുന്നത് 5 അടി 6 ഇഞ്ചുള്ള പെണ്ണ് വരും, ഒരു ആണിന്റെ ജീവിതം അവള് കൊളന്തു കൊണ്ടുവന്ന. ഇപ്പൊ ഏത് ഹൈറ്റിലായിരിക്കും എനിക്കറിയില്ല. ഇനി പെണ്ണിന്റെ പേര് എയിലോ വൈയിലോ ആണ് അവസാനിക്കുന്നതെങ്കിൽ അവൾക്കൊരു ഭദ്രകാളി വൈബായിരിക്കും. അങ്ങനെ അവള് ഭദ്രകാളി എൻ്റെ പേര് അയ്യില, പക്ഷെ ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വയ്യാക്കാന്ന്. ഭദ്രകാളിക്ക് എന്തും ചെയ്യാലോ. അപ്പൊ ഇവനെയൊക്കെ അല്ല, 11 വർഷത്തെ കേസിലെ 2 പേരുടെ സ്പെല്ലിങ്ങിന്റെ അവസാനം കിട്ടി, അല്ല പേരിന്റെ അവസാനത്തെ സ്പെല്ലിംഗ് കിട്ടി, മറ്റേതും കിട്ടി, എയും ഇയും. അതവൻ നേരത്തെ പറഞ്ഞാൽ ഇവന് എയിനോട് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഇയും വൈയും, ഈ വൈ, ഇതാണ് ഇവന്റെ പ്രശ്നങ്ങൾ. ഇനി ഭദ്രകാളി വൈബായിരിക്കും. അപ്പോൾ അവൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നീ ഒന്നും മിണ്ടരുത്, അവളവിടെ കിടന്ന് താണ്ഡവമാടും, ആണുങ്ങൾ മിണ്ടരുത്. യെസ്, അവള് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒരു ഹൊറർ അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലിങ് മൂവിയൊക്കെ കണ്ട് ഉറങ്ങി റിലാക്സ്ഡ് ആവും. അപ്പോഴേ അവൾക്കൊരാശ്വാസം കിട്ടുള്ളൂ. ഈ ഭദ്രകാളി വൈബിൽ തുള്ളുന്ന പെണ്ണിന് ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്ത് ഹൊറർ സിനിമയും കാണിച്ച് അവൾ ഉറങ്ങി എണീറ്റ് സമാധാനം ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലേ. അയ്യോ, വേറൊരു ടിപ്പും കൂടെ ഉണ്ട്, ഞാൻ മുമ്പേ എന്നോട് ചേർത്ത് വെക്കാൻ മറന്നുപോയി. ലവറാക്കാൻ, ഒരു പെണ്ണിനെ ലവറാക്കാനുള്ള, മറ്റേത് വളയാത്ത പെണ്ണിനെ വളയ്ക്കാനുള്ളതാണല്ലോ. ഇനി ഒരു പെൺകുട്ടിയെ ലവറാക്കാനുള്ള കുറുക്ക് വഴിയാണ്. നിങ്ങൾ ആ പെൺകുട്ടിയുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ ലവറായിരുന്നെങ്കിൽ എന്ന് വെറുതെ പറഞ്ഞു നോക്കുക. അവളുടെ ഫേവറേറ്റ് പെർഫ്യൂം നീയും യൂസ് ചെയ്യുക. ഐ കോണ്ടാക്ട് ഇങ്ങോട്ട് നോക്ക്, നീ മെയിൻറ്റെയിൻ ചെയ്യുക. അവൾ നിന്നെക്കുറിച്ച് മാത്രം ഇമാജിൻ ചെയ്യും. ഇമാജിനേഷനാണ് മെയിൻ. നീ മുമ്പേ പറഞ്ഞ ത്വരയാണ് മെയിൻ എന്നല്ലേ? ഇപ്പം ഇമാജിനേഷനായോ മെയിൻ? അതിലൂടെ അവരുടെ മനസ്സിനകത്തേക്ക് കയറാം. പ്ലീസ്, അവൾ വേറെ വല്ലതൊക്കെ വിചാരിക്കും. അതേപോലെ തന്നെ വെറുതെ ഇരിക്കുമ്പോൾ അവളുടെ കണ്ണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാലും അവൾ വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. ഈ മരങ്ങോടം പറയുന്നത് നിങ്ങൾ കേൾക്കരുത് പ്ലീസ്. ഇനി ഈശ്വര വിശ്വാസികൾ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾക്ക് വളരെ ട്രിഗറിങ് ആവുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇനി ഈ കാമ്പോജി പറഞ്ഞിട്ടുള്ളത്. പടക്കങ്ങളെ എങ്ങനെ തിരിച്ചറിയാമെന്ന്. അവർക്ക് ഓവർ ദൈവഭക്തിയായിരിക്കും. അവർ അമ്പലത്തിൽ പോയിട്ട് വെടിവഴിപാട് നടത്തും. പള്ളിയിലൊക്കെ പോയിട്ടാണെങ്കിലും മുട്ടിലിഴയും, കൈകൊട്ടി പ്രാർത്ഥിക്കും. പടക്കങ്ങൾ, അതായത് സ്ത്രീകളെ പടക്കങ്ങൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമല്ലോ. അതായത് ഭക്തരായിട്ടുള്ള സ്ത്രീകൾ പടക്കങ്ങളായിരിക്കും അത്രേ. അതായത് രാവിലെ അമ്പലത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ, അല്ലെ പള്ളിയുടെ മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ, ഒരു സ്ത്രീ അമ്പലത്തിൽ പോയി വെടിവഴിപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് അവൾ പടക്കമായിരിക്കുമെന്നാണ് ഈ മോൻ പറയുന്നത്. ഒരു പെൺകുട്ടി അവളുടെ പാസ്റ്റ് ലൈഫിൽ അനുഭവിച്ച ട്രോമയെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ, അതായത് ഒരുപാട് ആൾക്കാർ കാരണം അവൾക്ക് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നു എന്നത് അവരൊരാൾക്കാരെ വെച്ചിട്ട് അവൾ അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അവൾ പടക്കമായിരിക്കും. പെൺ സുഹൃത്തുക്കൾ ഇല്ലാത്ത പെൺകുട്ടി പടക്കമായിരിക്കും. ഫെമിനിസ്റ്റ് പടക്കമായിരിക്കും. ഒരു സെക്ഷൽ താല്പര്യത്തോടുകൂടി ഒരു പെൺകുട്ടിയുടെ അടുത്തേക്കെങ്കിലും അവൾ പറയണം, നീ ഒന്ന് കുളിച്ചിട്ട് വന്നേ, സ്മെല്ലടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പടക്കമായിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു റിമോട്ട് വന്നിട്ട് ഇതിലൊരു സ്വിച്ച് നീ അമർത്തിയ ഭൂമിയിൽ നിന്ന് ഒരാൾ എലിമിനേറ്റ് ആയി പോകുമെന്ന് പറഞ്ഞാൽ സത്യമായിട്ടും കാമ്പോജി നിന്നെ ഓർത്ത് ഞാൻ ആ സ്വിച്ച് അമർത്തും. നീ ഒരു വൃത്തികെട്ടവനാണ്, നീ ഒരു സാമൂഹ്യ ദ്രോഹിയാണ്, ബാക്കി ഞാൻ എൻ്റെ മനസ്സിൽ വിളിച്ചോളാം.
ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, അവരും വിളിക്കും നിന്നെ. ഇവൻ പറയുന്നുണ്ട് ജീവിതത്തിൽ പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം ഒട്ടും ചേരാത്ത ജീവിത പങ്കാളിയെ കിട്ടുക എന്നുള്ളതാണ്. അതല്ല, ജീവിതത്തിൽ പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം നിന്നെപ്പോലുള്ളവന്മാരുടെ അടുത്തൊക്കെ എത്തിപ്പെടുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ അബദ്ധം. ഈവൻ റീലാണെങ്കിൽ പോലും. ഇനി ചെക്കൻ കളിക്കാരനാണോ എന്ന് എങ്ങനെ അറിയാം? ഇത് പെണ്ണ് പടക്കമാണോ എന്ന് എങ്ങനെ അറിയാമെന്ന് ഇവൻ പറഞ്ഞല്ലോ. ഇനി ചെക്കൻ കളിക്കാരനാണോ എന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനൊരു കളിക്കാരനാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഭയങ്കര ജോളിയായിരിക്കും. നിങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് വഴക്കുകാരൻ, നിങ്ങൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരുപാട് കോൺവെർസേഷൻസ് ഉണ്ടാകും. ആ കോൺവെർസേഷൻസൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവനൊരു പ്ലേ ബോയ് ആയിരിക്കും. കാരണം നല്ലവനായ ഉണ്ണികൾ ബോറിംഗ് ആയിരിക്കും. ഒരുപാട് ക്ലാവ് പിടിച്ചു കിട്ടോ. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലജി, അങ്ങ് ഓപ്പറേഷൻ തൂഫാൻ പോലെ വേറൊരു തൂഫാനും കൂടെ ഇറക്കണം. എന്നിട്ട് ഇവനെ പോലുള്ളവന്മാരെ ദയവ് ചെയ്തിട്ട് നീക്കം ചെയ്യണം. അതുവഴി പോട്ടെ. ഇനി ഈ പള്ളിയിലൊക്കെ പോയി കൈകൊട്ടുന്ന സ്ത്രീകളൊക്കെ പടക്കങ്ങളായിരിക്കും നീ മോൻ പറഞ്ഞല്ലോ പറയുന്നത്. എന്നിട്ട് ഇവളുമാരുടെയൊക്കെ തള്ളകളും ഇങ്ങനെ ആയിരിക്കുമെന്ന്. പെൺകുട്ടികൾ മാത്രമല്ല, അവരുടെ അമ്മമാരും. അതായത് ഒരു മരുമോൻ്റെ അടുത്ത് ഒരു അമ്മായിയമ്മ സ്നേഹത്തോടെ, അതായത് ഒരു മരുമോൻ വരുമ്പോൾ അവന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ, അവനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോ മോള് വെടിയാണ്, ആ വെടിയായിട്ടുള്ള മോളെ നിൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് അമ്മായിയമ്മ നിന്നോട് സ്നേഹം കാണിക്കുന്നതെന്ന്. നിന്നെ ടെസ്റ്റ് ചെയ്യണം. സത്യത്തിൽ അത്രയും വിഷമുണ്ട് നിൻ്റെ ഉള്ളിൽ. സത്യം പറഞ്ഞാൽ ഞാൻ നിന്നെ വിളിക്കുമ്പോൾ നിൻ്റെ റീലൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇത്രയും റീല് ഞാൻ പോയി കണ്ടിട്ടില്ലായിരുന്നു. ഇത്രയും റീല് കണ്ടിട്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നതെങ്കിൽ നീ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നതിന് മുന്നേ നീ എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് വാങ്ങിച്ചേനെ. ഇവൻ ഒരു സീരീസ് ഇറക്കാണ്, വെടിവെച്ചാങ്കോവിലെ പതിവ്രത. ആരെക്കുറിച്ച്? ഇവൻ്റെ എക്സിനെ കുറിച്ചിട്ട്. എന്നിട്ട് ഇവൻ പറയാണ് ഇവനെ തേച്ച പെണ്ണിനെ വിറ്റ് ഇവൻ കാശാക്കുമെന്ന്. ഫോട്ടോസൊക്കെ ഞാൻ ഷെയർ ചെയ്താലും ഞാൻ ബ്ലർ ചെയ്യുമെന്ന്. അയ്യോ. പിന്നെ നാർസിസ്റ്റുകളെന്ന് പറഞ്ഞിട്ട് അവരെക്കുറിച്ച് ഇവൻ സീരീസ് തന്നെ ഇറക്കിയിട്ടുണ്ട്. ആ വാക്കിനോട് ഇവൻ എന്തോ ഭ്രമമാണ്. അതായത് ആദ്യത്തെ വീഡിയോയിൽ പറയുന്നു നാർസിസ്റ്റുകൾക്ക് 2 തന്ത, പിന്നെ പറയുന്നു നാർസിസ്റ്റുകൾക്ക് 30 തന്ത, പിന്നെ പറയുന്നു നാർസിസ്റ്റുകൾക്ക് 300 തന്ത. സാധാരണ ചില എപ്പിസോഡൊക്കെ നമ്മൾ ഭയങ്കര ഫണ്ണി ആയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, ഇതേപോലുള്ള പല റീൽ റിയാക്ഷനും കാര്യങ്ങളും ഒക്കെ. പക്ഷേ ഇതെനിക്ക് പറ്റുന്നില്ല. ഒന്ന്, ഞാൻ ഈ ക്രാപ്പ് റീൽസ് എല്ലാം ഞാൻ മൊത്തം ഇരുന്ന് ഞാൻ കണ്ടു. പിന്നെ ഇവനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നു, ഇവൻ പറയുന്ന ഓരോ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കേണ്ടി വരുന്നു. ഐ എം സോ സോറി. ഇത് കണ്ട പല ആൾക്കാർക്കും ട്രിഗറിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത് ട്രിഗറിങ് ആണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതേപോലുള്ള ആൾക്കാരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, ഇതിനെതിരെ നമ്മൾ സംസാരിക്കണം. അല്ലെങ്കിൽ ഇവനെപ്പോലുള്ള ആൾക്കാർ കുറേ ആൾക്കാരുടെ ജീവിതം നശിപ്പിക്കും. കുറേ ആൾക്കാരുടെ ജീവിതം നശിപ്പിക്കും. ഇതേപോലെ കുറേ റീൽസ് നമുക്ക് സെൻഡ് ചെയ്ത് തരാറുണ്ട് പലരും. അതിൽ ഒരു പുള്ളീനെയും കൂടെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. വിളിച്ചു, പുള്ളി എനിക്ക് പ്ലാനൊക്കെ അയച്ചു തന്നു. ഇതിൽ പലരുടെയും വെച്ചാൽ ഇവർക്കൊക്കെ പ്ലാനാണ് ഉള്ളത്. ഇത് മറ്റേ ഡെയിലി പ്ലാൻ, വീക്ക്ലി പ്ലാൻ, മന്ത്ലി പ്ലാൻ, പിന്നെ ഹാഫ് ഇയർലി പ്ലാൻ, അന്ന് ഇയർലി പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ. അതായത് അത്രയും നാൾ നമ്മുടെ കൂടെ ഇരുത്തി നമ്മളെ ഇവർ ദ്രോഹിക്കും. അതാണ് ഇവരുടെ പ്ലാൻ. ഫീസൊക്കെ കേട്ടാ ഉണ്ടല്ലോ. എന്നിട്ട് ഞാൻ ഇതിൽ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചതിന് ശേഷം എനിക്ക് തിരിച്ചൊരു റിപ്ലൈ വന്നിട്ടില്ല. ഞാൻ വോയിസ് നോട്ട് അയച്ച് ചോദിക്കുന്നു, ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കുന്നു, വിളിച്ചാൽ ഫോൺ എടുക്കില്ല. പ്ലാനും കാര്യങ്ങളും എല്ലാം അയച്ചു തന്നു. ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചതിന് ശേഷം ഒരു റിപ്ലൈ അയാളുടെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. ഇവരൊക്കെ ഇരുന്ന് ഒന്നിലൊരു പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂ സെറ്റപ്പിലാണ് ഇവരെ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ കേൾക്കുന്ന ആൾക്കാരെന്താ വിചാരിക്കും, ഇവർ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാണെന്നാണ് വിചാരിക്കുക. അല്ലെങ്കിൽ ഇവനെ പോലുള്ള ആൾക്കാർ സ്വന്തമായിട്ട് വന്നിട്ട് ഇതേപോലെ ആൾക്കാരെ വഴിതെറ്റിക്കും. ശല്യങ്ങളാണ്, പൊതു ശല്യങ്ങളായിട്ട് മാറ്റി നിർത്തേണ്ട ആൾക്കാരാണ് സത്യമായിട്ടും. ഞാൻ ഈ എപ്പിസോഡ് ചെയ്ത സമയത്ത് ഞാൻ ഉപയോഗിച്ച ചില വാക്കുകൾ ഉൾപ്പെടെ എനിക്കറിയാം. പക്ഷേ ഐ എം സോ സോറി, എനിക്കതല്ലാതെ സംസാരിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ നമ്മൾ ഒരു ബഹുമാനപൂർവ്വം നമ്മൾ അഡ്രസ്സ് ചെയ്യുക? എനിക്കത് സാധിക്കില്ല. ഐ എം സോ സോറി. ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു റെഗുലേറ്ററി ബോർഡ് വരിക. കാരണം ഇപ്പം നമ്മൾ വ്യാജ ഡോക്ടർമാർ അല്ലെങ്കിൽ വ്യാജ വൈദ്യന്മാരെന്നൊക്കെ പറയുന്നത് പോലെ ഇവരൊക്കെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇവരൊക്കെയും ശിക്ഷ കിട്ടണം. അതിന് എത്രയും പെട്ടെന്ന് നമ്മളുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു റെഗുലേറ്ററി ബോർഡ് വരട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. പ്ലീസ് ഇത് കാണുന്ന സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു പൊതു താല്പര്യ ഹർജിയോ, നമ്മളും നമ്മളുടേതായിട്ടുള്ള വഴിക്ക് ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിൽ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിൽ കൂടി ഇത്തരത്തിലൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പോകുന്നതിനെക്കാട്ടിലും എപ്പോഴും 10 മടങ്ങ് ഇതിനൊരു എഫക്റ്റ് വരിക പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റുകൾ ഇത്തരത്തിലൊരു പൊതു താല്പര്യ ഹർജി മുന്നോട്ടേക്ക് വെക്കുമ്പോഴാണ്.
അതാണ് നമ്മൾ അഡ്വക്കേറ്റ്സിൻ്റെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പോഴും മനസ്സിലായത്. കാരണം ഇതൊക്കെ കാണുമ്പോഴും നമ്മുടെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഇതിനെ നിയമപരമായിട്ട് ഇതിനെ എങ്ങനെ നേരിടാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിന്ത. അത് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, കാരണം നമുക്കൊരു സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പോൾ പ്ലീസ് സൈക്കോളജിസ്റ്റുകൾ നിങ്ങൾ കാണുന്ന സമയത്ത് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ദുഷിപ്പുകളെ സമൂഹത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം പ്ലീസ്. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സാമൂഹിക സേവനമായിട്ട് അത് മാറും. വളരെ വൾണറബിൾ ആയിട്ടുള്ള സ്റ്റേജിൽ നിൽക്കുന്ന, ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, നിരാലംബർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്താ ഞാൻ ചെയ്യേണ്ടത്, ഇനി എന്താ എൻ്റെ ലൈഫിൽ സംഭവിക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞ് വഴിയടഞ്ഞ് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അത്തരം ആളുകളെയാണ് ഇവർ കണ്ണും കെട്ടി കുഴി കൊണ്ട് ചാടിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം നമുക്ക് നോളജ് ഇല്ല എന്നുള്ളതാണ്, നമ്മൾ അവെയർ അല്ല എന്നുള്ളതാണ്. ആ അവെയർനെസ് ഇല്ലായ്മയാണ് ഇവർ മുതലെടുക്കുന്നത്. ആ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പ്രൊഫഷണൽസ് മുന്നോട്ട് വന്നേ പറ്റും. ഞങ്ങൾക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? നമുക്കൊരു വീഡിയോയിൽ വന്നിരുന്ന് ഈ വൃത്തികേട് കാണിച്ചു കൂട്ടുന്ന ആളുകളെയൊക്കെ നമുക്ക് വിളിച്ച് പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിനപ്പുറം ഇതല്ല, ഇതാണ് ശരി എന്ന് പറയുന്ന അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പ്രൊഫഷണൽസ് ഗ്രൂപ്പായി മുന്നോട്ട് വരണം. ആഭ്യന്തര വകുപ്പിൽ നിന്ന് നടപടി ഉണ്ടാവണം, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നടപടി ഉണ്ടാവണം. ഏറ്റവും പ്രധാനമായിട്ട് മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്സ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഗൈഡൻസ് കിട്ടിയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്സ് ഒരുമിച്ച് നിൽക്കണം. ദാറ്റ്സ് എ റിക്വസ്റ്റ്. പിന്നെ കാമ്പോജി, അവനെക്കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, പക്ഷേ അതെടുത്ത് തലയിൽ വെക്കരുത്. ആ പറയുന്ന ഒന്നും ലോജിക്കലല്ല, ഒന്നും ഉള്ളിലേക്ക് എടുക്കാനുള്ളതല്ല. പ്യോർ പോയ്സണാണ്. അതായത് നല്ല കറ തീർന്ന പോയ്സണാണ്. ഇമ്മാതിരി നാഷണൽ വേസ്റ്റുകളൊക്കെ ശ്രദ്ധിക്കാതെ വിടുക. ഈ കോണ്ടൻറ്റ് ഞാൻ പറഞ്ഞത്, ഇമ്മാതിരി നാഷണൽ വേസ്റ്റൊക്കെ എടുത്ത് തലയിൽ വെക്കാതെ ജസ്റ്റ് ഇഗ്നോർ, അവോയ്ഡ്, നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തിട്ട് രക്ഷപ്പെടും. പിന്നെ ദയവ് ഇത് കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒന്നും അയച്ചു കൊടുക്കരുത്. അവരിലും ചില പാവങ്ങളുണ്ട്, അവർ ചിലപ്പോൾ ഇതൊക്കെ വിശ്വസിച്ചു പോകും. നമ്മൾ തമാശക്കാണ് അയക്കുന്നെങ്കിലും അവർ ചിലപ്പോൾ വിശ്വസിച്ചു. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് ഡൂ ദാറ്റ്. പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. സോ കല്യാണം കഴിക്കാനുള്ള തീരുമാനം ശ്രുതി വിട്ടിരിക്കുന്നു അല്ലേ? ഇപ്പം എന്തായാലും കാമ്പോജിയുടെ ഒന്നും വാക്ക് കേട്ട് കല്യാണം കഴിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലല്ല എന്നുള്ളതുകൊണ്ട് കല്യാണ തീരുമാനം ശ്രുതി ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം നമ്മൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, ഒരു കുഴപ്പമില്ല, കുറച്ച് വിഷമിച്ചോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.